ഏതോ ഏതോ വർണ്ണ സ്വപ്നം പോലെ വന്നോ നീ എൻ ശലഭമേ. ഏതോ വർണ്ണ സ്വപ്നം പോലെ വന്നോ നീ എൻ ശലഭമേ. വെള്ളി നിലാക്കടൽ നീന്തി നീന്തി പുല്ലാൻകുഴലിന്റെ മധുരമേന്തി പുഞ്ചിരിത്തേൻ കുടം തന്നു നീ. ഏതോ വർണ്ണ സ്വപ്നം പോലെ വന്നോ നീ എൻ ശലഭമേ, ചിത്രശലഭമേ. ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. രോഗങ്ങളുടെയും മരുന്നിന്റെയും മരണത്തിന്റെയും ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കച്ചവടമായ വൈദ്യശാസ്ത്ര വിജ്ഞാനം ഉപയോഗിച്ച് സമ്പത്തും സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും നേടി ജീവിത സുഖങ്ങളിൽ മുഴുകി ജീവിക്കാം എന്നിരിക്കെ ഡോക്ടർ സന്ദീപ് മറ്റൊരു വഴിക്കാണ് സഞ്ചരിച്ചത്. മാനവ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യ ജീവിതത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥശൂന്യമായ കൃതികൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഡോക്ടർ സന്ദീപ് മേനോന്റെ ചിത്രശലഭം എന്ന ഈ പുസ്തകം ഒരു വഴിയും വഴികാട്ടിയും ആകുന്നു എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലൂടെ തന്റെ സർഗസൃഷ്ടിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം നേടിയ ഡോക്ടർ സന്ദീപ് മേനോനെ ഞാൻ എൻ്റെ എല്ലാ അനുമോദനങ്ങളും അറിയിക്കട്ടെ. ഇനി നിങ്ങളോട് സംസാരിക്കുവാനായി ഞാൻ ഡോക്ടർ മേനോനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുനാഥന്മാരെ, സഹോദരങ്ങളെ, ഒരു എഴുത്തുകാരനെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുമ്പോൾ ഉള്ളിൽ ഭയമാണ് എനിക്ക്. ഞാനൊരു ഡോക്ടർ മാത്രം. എൻ്റെ പുസ്തകം ഒരു ഡോക്ടറുടെ ഡയറിക്കുറിപ്പുകളും. അതിനപ്പുറത്തേക്ക് ചിത്രശലഭം എന്ന എൻ്റെ പുസ്തകത്തിന് എന്തെങ്കിലും ഒരു തലമുണ്ടെങ്കിൽ എൻ്റെ ഭാവന സൃഷ്ടി എന്നതിലപ്പുറം നമ്മുടെ ഭാവനകൾക്കും സങ്കല്പങ്ങൾക്കും എത്രയോ മേലെ അവിശ്വസനീയമായൊരു ജീവിതം എനിക്ക് മുമ്പിൽ അടിത്തീർത്ത ദേവൻ എന്ന ഒരു പേഷ്യൻ്റാണ് അതിന് കാരണം. സ്വയം എരിഞ്ഞു തീരുമ്പോഴും ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും നിന്നവരുടെ മനസ്സിൽ ഒരു തുള്ളി കണ്ണുനീരായി മരണത്തിന്റെ ഇരുൾ ഗുഹയിലേക്ക് നടന്നുപോയ ദേവൻ. രോഗങ്ങളും മരണഭീതിയുമായി മുന്നിലെത്തുന്നവർ എന്നും വേദനയായിരുന്നിട്ടുണ്ട്. അവരോട് ആശ്വാസവാക്കുകൾ പറയുന്ന ഒരു പാതി മനസ്സും അവർക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന മറ്റൊരു പാതി മനസ്സുമായിരുന്നു എനിക്ക്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അതൊരു ദൗർബല്യമാണെന്ന് എനിക്ക് തന്നെ അറിയാം. എങ്കിലും എന്തോ എന്നും അങ്ങനെയായിരുന്നു ഞാൻ. മറ്റേതൊരു ജീവിയെയും അപേക്ഷിച്ച് വിശേഷ ബുദ്ധിയോടെ ജീവിതത്തെ സമീപിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്നും മരണത്തിന്റെ മുമ്പിൽ ഭീരുവാണ്, ഞാനടക്കം. അവിടെയാണ് രോഗിയായി എൻ്റെ മുമ്പിലെത്തുകയും പിന്നീട് സ്നേഹിതനും സഹോദരനുമായി ഞങ്ങളുടെയൊക്കെ മനസ്സിനെ കീഴടക്കി കടന്നുപോവുകയും ചെയ്ത ദേവൻ എന്ന ചെറുപ്പക്കാരൻ്റെ പ്രസക്തി. ദേവൻ മരണത്തെ ജീവിതത്തിന്റെ പരിസമാപ്തിയായി കാണുകയായിരുന്നില്ല, മറിച്ച് മരണത്തെ ജീവിതത്തിന്റെ മറുപുറമായി കാണുകയായിരുന്നു. മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിന്റെ സ്വപ്നവർണ്ണങ്ങളെ അയാൾ എൻ്റെ മനസ്സിൽ വരച്ചു ചേർത്തു. മോനെ, ഇത്രയും ബുദ്ധിയും വിവരമുള്ള മോന് ഈ കുഞ്ഞമ്മാവൻ പറഞ്ഞു തരേണ്ടതില്ല ഒന്നും. എന്നാലും പറയാ, ഭൂമിയിൽ രാവും പകലും തരംതിരിച്ചത് ജോലിയെടുത്ത് തളരുമ്പോ ഒന്ന് വിശ്രമിക്കാനും കൂടി ആയിരിക്കുമല്ലോ.
ആണ്. നിനക്ക് മാത്രം രാവില്ല പകലുമില്ല. പകലൊക്കെ ദീനക്കാരും ആശുപത്രിയും, രാത്രിയായ ഈ എഴുത്തും കുത്തും. ഡോക്ടർ എന്ന നിലയ്ക്ക് പേരിനും പെരുമയ്ക്കും കുറവൊന്നുമില്ല. പക്ഷേ ഡോക്ടറായിരുന്ന നിന്റെ അച്ഛൻ അന്ന് സമ്പാദിച്ചല്ലാണ്ട് നീയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ? ആ രവീന്ദ്രൻ ഡോക്ടർ തന്നെ നോക്ക്. പെട്ടി നിറച്ച് കാശും സ്വന്തമായ ഒരു ആശുപത്രിയും. അല്ല, എന്നും ഇങ്ങനെ ഉള്ളതും കൊണ്ട് ഒറ്റത്തടിയായിട്ട് കഴിയാവുന്നാണോ? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്നും കുഞ്ഞുമാവനില്ലേ എൻ്റെ കൂടെ. ഞാൻ ഉണ്ടായതുകൊണ്ടായോ? ഈ വീട്ടിൽ വിളക്കായിട്ട് ഒരു പെണ്ണും മക്കളും ഒക്കെ വേണം. മോനെ ചുമലിലിട്ട് നടന്ന പോലെ ആ കുട്ടികളെയും ചുമലിലിട്ട് നടന്നിട്ട് വേണം കുഞ്ഞമ്മാനൊന്ന് കണ്ണടയ്ക്കാൻ. ആദ്യം ഭക്ഷണം കഴിക്കാം, അതാ കല്യാണത്തേക്കാ ഭേദം. വണ്ടി എങ്ങനെ തണലത്തിട്ടോളൂ, ഒരുപാട് നേരത്തെ പരിശോധന കാണും. നമസ്കാരം മേനോൻ ഡോക്ടറെ. ആ, പുറത്തിരുന്നോളൂ, വിളിക്കാം. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ കാര്യം ആകെ അവതാളത്തിലാ. ടെസ്റ്റുകളുടെ റിപ്പോർട്ട് വന്നോ? കുറിപ്പ്, ഞാനിവിടെ ഒരാളെ ചെക്ക് ചെയ്യുന്ന കാണുന്നില്ലേ? നിങ്ങൾ അല്പം പുറത്തു നോക്കൂ. എന്റെ കാര്യവും സീരിയസാ. ഈയിടെയായിട്ട് അടുപ്പിച്ച് കുറെ ഗാനമേളയ്ക്ക് പാടി. പിന്നെ കുറെ ട്യൂഷൻ ക്ലാസ്സും ഉണ്ട്. കൂടുതൽ പാടുന്നോണ്ടായിരിക്കോ തൊണ്ടയിൽ ചോര വരുന്നത്? അങ്ങനെയും വരാം. എന്തായാലും ചില ടെസ്റ്റുകൾ നടത്തി സംശയങ്ങൾ തീർത്തേക്കാം. എന്തേ? ഞാൻ പാടണോണ്ടാ 5-6 വയറ് കഴിയണത്. പൈസയുടെ കാര്യമല്ലേ, സാരമില്ല. ഡോക്ടർ രവീന്ദ്രനാഥിനോട് ഉണ്ണിയുടെ കാര്യം ഞാൻ പറഞ്ഞോളാം. അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ മതി. താങ്ക് യു സർ. മേനോൻ ഡോക്ടറെ, എന്റെ റിപ്പോർട്ടുകളൊക്കെ വന്നോ? റിപ്പോർട്ടൊക്കെ വന്നു. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ക്വയറ്റ് നോർമൽ. എനിക്കിപ്പോഴും ദേ ആ വേദന അവിടെ തന്നെ ഇല്ലേന്ന് നല്ല സംശയമുണ്ട്. ഡോക്ടർ രവീന്ദ്ര സാറ് പറഞ്ഞു നിങ്ങൾ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്, ഒന്ന് വന്ന് കണ്ടാ മതി എന്നൊക്കെ. ഞാൻ ക്യാൻസറിന് ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്, അല്ലാതെ ക്യാൻസർ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ് അല്ല. നിങ്ങൾക്കൊക്കെ രോഗം ചികിത്സ എന്നൊക്കെ പറഞ്ഞൊരു ഫാഷനാണ്. ഇല്ലാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് എഴുതി കുറുപ്പിനെ പോലുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും. എനിക്കതല്ല ജോലി. ശരി, ഞാൻ വേറെ ആരെങ്കിലും പോയി കണ്ടോളാം. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണമല്ലോ. ഹലോ, ഡോക്ടർ രവീന്ദ്രനാഥ് പ്ലീസ്. ഡോക്ടർ സന്ദീപ് മേനൻ. ആ, ഞാൻ സന്ദീപാണ്. ഒരു പേഷ്യന്റിനെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പേരുണ്ണി, ഒരു സിംഗറാ, പാവാ. വേണ്ട ടെസ്റ്റുകളൊക്കെ ഒന്ന് നടത്തിയാ എനിക്ക് വേണ്ടി ഒന്ന് കൂട്ടിക്കോളൂ. താങ്ക് യു. ആരുടെ അടുത്ത്? ഡോക്ടർ എം കെ വാര്യരുടെ? ആഹാ, ഒരുപാട് കാലത്തിന് ശേഷം പഴയ സുഹൃത്തുക്കളെയൊക്കെ ഓർത്തത് എന്താണാവോ? എന്തായാലും വൈകിട്ടൊരു 4 മണിക്കുള്ളിൽ ഞാൻ അവിടെ എത്താം. ഓക്കെ, താങ്ക് യു. ആ പേഷ്യന്റെ കാര്യം മറക്കണ്ട. ഓക്കെ. അന്നത്തേലും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഫുഡ് കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം മെഡിസിനും കണ്ടിന്യൂ ചെയ്യണം. സോറി, ഞാൻ പുറത്തിരിക്കാം. നോ പ്രോബ്ലം. ആ, പറയൂ. നോക്കൂ മിസ്റ്റർ രവീന്ദ്രൻ, ഇന്നലെ ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഡിന്നറിന് അല്പം ചിക്കൻ മഞ്ചൂരിയനും 2 ഫുൾ കേ മാത്രം. റൈസ് ഐറ്റംസ് ഞാൻ തൊടാറേ ഇല്ല. ആ, ഡോക്ടർ രവീന്ദ്രൻ അറിയില്ലേ, മിസ്സസ് മേരി അലക്സാണ്ടറെ? ഓ, അലക്സാണ്ടറോട് മേരി. യെസ്. എന്തുമാത്രം മെലിഞ്ഞായിരിക്കണേ, 2 പ്രസവിച്ചാൻ തോന്നിയില്ല. നിങ്ങളുടെ പ്രശ്നം ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോ കഴിക്കുന്നത് കൂടാതെ ഈ 2 ക്യാപ്സ്യൂൾ കൂടി കഴിച്ചോളൂ. മറ്റന്നാൾ എന്നെ ഒന്ന് കാണണം, അപ്പോ നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. വെൽക്കം. വാ, ഇങ്ങോട്ടിരിക്കാം. താൻ മനസ്സിൽ ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. നീ ആയിരുന്നെങ്കിൽ ആ ജാട വനിതയോട് കാലത്തെ നേരത്തെ എന്നിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ 1 ലിറ്റർ വെള്ളം കുടിച്ച് 1 മണിക്കൂർ ശരീരം ഇളക്കി നടക്കാൻ പറയും. പിന്നെ വല്ല കുമ്പളങ്ങിയ ജ്യൂസോ വാഴപ്പിണ്ടി നീരോ അങ്ങനെയൊക്കെ. മരുന്നിന് എഴുതാത്ത ഡോക്ടർമാരോട് മതിപ്പിലിടോ മനുഷ്യന്മാർക്ക് രോഗങ്ങളെ ഭയക്കുന്നെങ്കിലും നമ്മുടെ മുന്നിലെത്തിയാൽ അവരെ ഒരു രോഗിയായി അംഗീകരിക്കും തന്നെയാ അവർക്കിഷ്ടം.
രവിയേട്ടാ, ന്യായങ്ങളൊക്കെ കൊള്ളാം, നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാൻ. അനാറ്റമിയോ മെഡിക്കൽ സയൻസോ എന്താണെന്നറിയാത്ത മണ്ടന്മാരോട് മരുന്ന് കമ്പനിക്കാരന്റെ ബ്രോക്കർ പണി ചെയ്യാനായിരുന്നോ നമ്മളൊക്കെ വൈദ്യശാസ്ത്രം പഠിച്ചിറങ്ങിയത്? ഭരണാധികാരികൾ അഴിമതി കാണിക്കുന്നു, ഓഫീസർമാർ കൈക്കൂലി വാങ്ങുന്നു, വക്കീലന്മാർ കള്ളസത്യം വാദിച്ച് ജയിച്ച് കുറ്റവാളികളെ രക്ഷിക്കുന്നു. നാട് ഓടുന്നു, നമ്മൾ ഓടുന്നു. ആ, വേറൊരു കാര്യം, താൻ ഇന്ന് കാലത്ത് ഒരു പേഷ്യന്റ് അയച്ചില്ലേ, ഒരു സിംഗർ. അവന്റെ തൊണ്ടയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. ഇവിടെ എടുക്കാവുന്ന ടെസ്റ്റുകളൊക്കെയും മെഡിസിനും കാശ് വാങ്ങിയിട്ടല്ലോ. ഒരിടത്ത് അറക്കുന്നു, വേറൊരിടത്ത് ഉപ്പ് തേക്കുന്നു. ദാറ്റ്സ് ഓൾ. ഡോണ്ട് യു തിങ്ക് സംതിങ് ഈസ് റോങ് സംവർ? ഡോക്ടർ M.K. വാര്യരുടെ ലെറ്റർ. അയാളുടെ ഒരു സുഹൃത്ത് മിസ്റ്റർ ദേവൻ, പാലക്കാടാ. കുറെ മുമ്പ് ഒരിക്കൽ ഞാനും പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല കമ്പനിയാ. കേസ് ഹിസ്റ്ററി. ലിംഫോസർക്കോമ ഓഫ് ദി ഇന്റസ്റ്റൈൻ. ലിംഫോസർക്കോമ? ബയോപ്സി ചെയ്തോ? കൺഫേംഡാ. പിന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർ വാര്യർ പറഞ്ഞൂടെ ആളെ മരിക്കാൻ വിടാന്നല്ലാതെ ചികിത്സയാവുന്നില്ലെന്ന്? ഈ ദേവന് പറയത്തക്ക ആരുമില്ല. മരണം സുനിശ്ചിതമായ ഒരാൾക്ക് അതെവിടെ ആയാലും എന്ത്, അന്തരീക്ഷം മാറുന്നത് അയാൾക്ക് എന്തെങ്കിലും റിലീഫ് നൽകുമെന്ന് ഉദ്ദേശിച്ചായിരിക്കാം. എന്താ നോക്ക്. അതിൽ നിന്ന് ഇനിയൊന്നും കാണാനില്ല. വിധി അയാളുടെ ജീവിതത്തോട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. 3-4 മാസത്തിനുള്ളിൽ ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ ട്യൂമർ പടരും. പിന്നെ അക്യൂട്ട് അനീമിയ, ഏറിയ 4-5 മാസം മാത്രം. മഹാരോഗത്തിന്റെ തടവുകാരനായി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ദുരവസ്ഥ. എരിഞ്ഞു തീർന്നിരിക്കുന്നു എന്ന് ഉറപ്പുള്ളൊരു ജീവിതം, അതും ഒരു ചെറുപ്പക്കാരന്റെ. ഏറ്റെടുക്കാതിരിക്കായിരുന്നു നല്ലത്. സർ, ഒരു ദേവൻ വന്നിരിക്കുന്നു. ദേവനോ? നാളെ എത്തുന്നതാണല്ലോ കത്തില്. വരാൻ പറയും. ശരി സർ. യാത്രയ്ക്ക് മുമ്പ് ഒരു ഇടത്താവളം അയാൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നു. എന്താ സന്ദീപ്? എക്സ്ക്യൂസ് മീ. ഹലോ, ഓർമ്മയുണ്ടോ? ഞാൻ ദേവൻ. നമ്മൾ കണ്ടിട്ട് ഒരു 3-3.5 വർഷമെങ്കിലും കാണും. ഡോക്ടർ വാര്യരുടെ ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന്. അതൊക്കെ പോട്ടെ, ഇതിനിടയ്ക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഒരു കാർഡ് അയച്ചിരുന്നെങ്കിൽ ഉത്സാഹ കമ്മിറ്റിയായിട്ട് നമ്മളും കൂടിയാനെ. സാരമില്ല, ഇനി ഇവിടെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ. എന്താ ചേച്ചിയുടെ പേര്? ഗീത. ഗീത രവീന്ദ്രനാഥ്. മക്കൾ നാം 2 നമുക്ക് 2, നമ്മളൊന്ന് നമുക്കൊന്നോ? ഒന്നും ആയില്ല. ആ ദേവൻ, ഡോക്ടർ സന്ദീപ് മേനോൻ. ഹായ് ബ്രദർ. കേട്ടിട്ടുണ്ട്, ഡോക്ടർ വാര്യർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സാത്വികൻ, ശുദ്ധൻ, കുട്ടിക്കാലം മുതലേ അല്പം കവിതയുടെയും സാഹിത്യത്തിന്റെയും അസ്കിത. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത ദയ, കരുണ, ആർദ്രത തുടങ്ങിയ കൊള്ളരുതായ്മകളും. കോളേജിലൊക്കെ ഭയങ്കര ചെത്തായിരുന്നു അല്ലേ? പെൺകുട്ടികളുടെ ഉറക്കം കെടുത്തിയിരുന്ന ബ്രില്യൻ, യങ്, ഹാൻസം, ഔട്ട്സ്റ്റാൻഡിങ്. വേറൊന്നുകൂടി കേട്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഹാളിൽ ഡെഡ് ബോഡി കണ്ട് ബോധം കെട്ട് വീണിട്ടുണ്ടെന്നും. താൻ നാളെ എത്തുമെന്നല്ലേ പറഞ്ഞത്? കണക്കുകൂട്ടലുകൾ ഞാൻ പണ്ടേ തെറ്റിച്ചിട്ടുണ്ട്. ഞാനല്ല, എന്റെ കാര്യത്തിൽ ദൈവം നമ്പുരാൻ. ഒരു മെയ് 8-ന് ഞാൻ ജനിക്കുമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ മെയ് 7-ന് ഞാൻ വന്നു, ഒരു ദിവസം നേരത്തെ. അതുകൊണ്ട് എന്റെ മരണത്തീയതി നിങ്ങൾ കുറിച്ചാലും ഞാൻ ഒരു ദിവസം നേരത്തെ പോകും, ഷുവർ. ഞാൻ തന്റെ സ്കാൻ ഡോക്ടർ സന്ദീപിന് കാണിക്കായിരുന്നു. ഓ, അപ്പൊ എന്റെ പടാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ? എങ്ങനെയുണ്ട് ബ്രദർ, ഹിറ്റാണോ? വിവരങ്ങൾ ഞാൻ ഡോക്ടർ വാര്യർക്ക് എഴുതിക്കൊള്ളാം. അനുഭവിക്കേണ്ടത് ഞാനാണെങ്കിൽ അറിയേണ്ടത് ഞാനല്ലേ? കുറഞ്ഞ പക്ഷം അസുഖത്തിന്റെ പേരെങ്കിലും പ്ലീസ് ബ്രദർ. ലിംഫോസർക്കോമ ഓഫ് ദി ഇന്റസ്റ്റൈൻ എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എന്തോ 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 ഒന്നുകൂടി പറഞ്ഞേ. ലിംഫോസർക്കോമ ഓഫ് ദി ഇന്റസ്റ്റൈൻ. പല സിനിമയിലും കേൾക്കുന്ന രോഗത്തിന്റെ പേര് പോലെയുണ്ട്, ഉഗ്രൻ. രോഗം വരികയാണെങ്കിൽ ഇങ്ങനെ വരണം, അടിപൊളി. മിസ്റ്റർ ദേവൻ, ഡു യു നോ ദ മീനിങ് ഓഫ് ലിംഫോസർക്കോമ? എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അപകടകാരിയായ ട്യൂമർ. ഏറിയാൽ 6 മാസം കൂടി ജീവിച്ചിരിക്കില്ല. അതിന് നിങ്ങൾ വിളിക്കുന്ന ഓമന പേര് അത്രയല്ലേ ഉള്ളൂ ബ്രദർ. ഇപ്പൊ മനസ്സിൽ തോന്നിയ ദേഷ്യം എന്നോടല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗവുമായി മുന്നിൽ നിൽക്കുന്ന രോഗി ഡോക്ടർക്കൊരു അപമാനമാണ്. നിസ്സഹായാവസ്ഥയിൽ സ്വയം തോന്നിയതല്ലേ ദേഷ്യം? കൊള്ളാം, കൂൾ ഡൗൺ. എത്ര വയസ്സായി? 30. ഒരു 70 വയസ്സുകൂടി ജീവിക്കും, അതിൽ കൂടുതലില്ല. നിങ്ങളും മരിച്ചുകൊണ്ടിരിക്കുക, എന്നെ പോലെ തന്നെ. 30 വയസ്സ് ജീവിച്ചു എന്നല്ല, 30 വയസ്സ് മരിച്ചു എന്നും പറയാം. ജനിക്കുമ്പോഴേ മനുഷ്യൻ മരിച്ചു തുടങ്ങി അല്ലേ പ്രശ്നം? എനിക്കിനി ഏറിയാൽ 6 മാസം കൂടി. 6 മാസത്തിൽ ലക്ഷക്കണക്കിന് നിമിഷങ്ങളുണ്ട്. ആ ഓരോ നിമിഷത്തെയും ഓരോ യുഗങ്ങളായിട്ട് കാണുക ഞാൻ.
എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നാ. സമസ്ത സ്നേഹത്തോടും കൂടി ജീവിതത്തെ സമീപിക്കുക. ഐ എം സോറി ദേവൻ. ചേ വെറുതെ സീരിയസ് ആവില്ലേ? ഞാനീ പറഞ്ഞതൊക്കെ വെറും തമാശയാ. സിസ്റ്റർ, ദേവനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞാനിപ്പോ വരാം. വരും. ബ്രദർ, ലിംഫോസക്കോമ. കൺമുമ്പിൽ മരണം, എന്നിട്ടും എത്ര സജീവമാണ് ആ മനസ്സ്. എന്തെങ്കിലും സാധ്യതകളുണ്ടോ സന്ദീപ്? Nothing. It's too late. ഒന്നും ചെയ്യാനില്ല. ഒന്നും. ഇതാ നിങ്ങളുടെ ബെഡ് നമ്പർ 7. ആ, ഇതെങ്ങനെ മനസ്സിലായി? എന്താ? നമ്പർ 7 എന്റെ ലക്കി നമ്പർ അല്ലേ? മോനെ കൂട്ടാ, നീ ലക്കിയാണടാ. ഒരു അടിപൊളി കേസല്ലേ കൂട്ടുകിടക്കാൻ വന്നിരിക്കുന്നത്. അല്ല, സിസ്റ്റർ എങ്ങോട്ടാ? ഡ്യൂട്ടിയിലല്ലേ, ചെല്ലട്ടെ. ആ, അപ്പൊ ഇതും ഡ്യൂട്ടി അല്ലേ? ഇങ്ങോട്ട് വന്നേ, ഇന്ന് വന്ന്. ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ? സിസ്റ്റർ ഇങ്ങോട്ട് ഇരുന്നേ, നമുക്ക് എന്തെങ്കിലും കോമഡി ഒക്കെ പറഞ്ഞിരിക്കാം. കോമഡിയോ? ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, സീരിയസ് ആക്കാം. ഞാനൊരു അവാർഡ് പടത്തിന്റെ കഥ പറഞ്ഞുതരാം. ഒറ്റയ്ക്കിരിക്കാൻ പേടിയല്ലേ? എങ്കിൽ ചെന്നാ കണ്ണടി നോക്കിയിരുന്നാ മതി. എന്നിട്ട് എന്ത് കഥയാച്ചാ പറഞ്ഞോളൂ. ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതാ, ഭയങ്കര ബോറാ. എത്ര നേരം എന്ന് വെച്ചാൽ ഈ മോന്ത തന്നെ കണ്ടോണ്ടിരിക്കുന്നത്. സിസ്റ്ററെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു മുഖത്ത് നോക്കിയിരുന്ന ഇഷ്ടംപോലെ സബ്ജക്ട്സ് ഉണ്ടാവും സംസാരിക്കാൻ. അതിന് പറ്റിയ ഒരാള് വരും, മേറ്റൻ. സംസാരവും സംസാരിക്കുന്നവരെയും വലിയ ഇഷ്ടാ. ഇടയ്ക്ക് പാട്ടും പാടും. മിസ്റ്റർ, നിങ്ങൾ ആരാ? ഇവിടെ എന്ത് ചെയ്യുന്നു? അല്ല, ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മനസ്സിനൊരു കാഴ്ചകൾ കാണാൻ ഇതെന്താ കാഴ്ച ബംഗ്ലാവോ ആണോ? ആണോ? ആണെങ്കി ആണെങ്കിൽ ആണെങ്കി നിങ്ങൾ കാണ്ടാമൃഗം. എന്താ വാചകം അടിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. 4 മണിക്ക് ശേഷം പേഷ്യൻസിനെ കാണാൻ ഇവിടെ അലോ ചെയ്യുള്ളൂ. ഇവിടെ ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അത് ലംഘിക്കാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. മനസ്സിലായോ? നിയമത്തെ കുറിച്ച് കാണ്ടാമൃഗ സോറി, എന്താ പേര്? അല്ലെങ്കിൽ വേണ്ട, സിസ്റ്റർക്ക് എന്തറിയാം? പറ പറ പറ, നിയമത്തെ കുറിച്ച് എന്തറിയാം? ലംഘിക്കുന്നവർക്കുള്ളല്ലേ നിയമം? പോലീസുകാരെ പിടിക്കാനാണോ പോലീസ്? കള്ളന്മാരെ പിടിക്കാനല്ലേ? യുനോ? അപ്പൊ കള്ളന്മാരെ കുറ്റവാളികളും ഇല്ലെങ്കിൽ പിന്നെന്തിനാ പോലീസ് ഇങ്ങനെ താലപ്പൊലിക്ക് നിർത്താനാ? ചിങ്കി ചിക്കി ചിക്കേ. നിങ്ങൾ ഇറങ്ങിപ്പോന്നു, അതോ ഞാൻ സെക്യൂരിറ്റി എന്താ സിസ്റ്റർ? ഡോക്ടർ, ഇയാള് അല്ല, പരിചയപ്പെട്ടില്ലേ? ഇത് നമ്മുടെ മേട്രൻ മിസ്സസ് മെറിയ. ഇതാണ് 7-ാം നമ്പർ വാർഡിലെ പേഷ്യന്റ് മിസ്റ്റർ ദേവൻ. ഇങ്ങോട്ടിരിക്കാം പ്ലീസ്. ആദ്യം താനിവിടെ കിടക്കും. ഒക്കെ എനിക്കറിയാം, വലിയ തമാശക്കാരിയാണല്ലേ? യു ഷട്ട് അപ്പ്. അല്ല, ആ സിസ്റ്റർ പറഞ്ഞു നന്നായിട്ട് സംസാരിക്കുന്നു. ഞാൻ നന്നായിട്ട് സംസാരിക്കും. എന്റെ വായി കിടക്കുന്നത് താൻ കേൾക്കുകയും ചെയ്യും. മിണ്ടാതെ കിടക്കാൻ. മിണ്ടാതെ ഇങ്ങനെ കിടക്കും, ഉറപ്പാ. പക്ഷേ അതിനൊരു 5-6 മാസം കഴിയും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങിത്തീരും. പിന്നെയുള്ള 3-4 മണിക്കൂർ പല്ല് തേപ്പ്, കുളി, കുടി, തീറ്റയൊക്കെ ആയിട്ട് പോകും. പോയില്ലേ 50%? അതായത് 1 കൊല്ലം ജീവിക്കുന്നെങ്കിൽ 6 മാസം പോയി, 6 മാസം ജീവിക്കുന്നെങ്കിൽ 3 മാസം പോയി, 3 മാസം ജീവിക്കുന്നെങ്കിൽ 1.5 മാസം പോയി. You stop it. സ്നേഹപൂർവ്വം നന്നായിട്ട് സംസാരിക്കുന്നത് കേട്ടു. ഇനി എന്നാണാവോ പാട്ട് പാടാൻ പോണത്? ദേവൻ, മരണത്തിലേക്കാണ് യാത്ര, പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ചിരിച്ച്, പൊട്ടിപ്പൊട്ടി ചിരിച്ച് ആശ്ചര്യം തോന്നുന്നു. കുരുന്നിലെ ജീവിതത്തിന്റെ തളർന്നുള്ളി കളയുന്ന വിധിയുടെ കറുത്ത മുഖത്ത് ആത്മധൈര്യത്തിന്റെ, ജീവിതാഹ്ലാദത്തിന്റെ, ജന്മത്തിന്റെ ക്ഷണിക നിസ്സാരതയുടെ വർണ്ണങ്ങൾ വരച്ചു ചേർക്കുകയാണോ അയാൾ ചെയ്യുന്നത്? അതോ പ്രപഞ്ച നിഗൂഢതയിൽ നിന്നും വെറുതെ വിളിച്ചോണത്തെ കൊണ്ടുവന്ന് വീണ്ടും ഉറങ്ങാൻ കൽപ്പിക്കുന്ന ദൈവത്തോട് കുഞ്ഞിനെ മുത്തുകയാണോ? എന്തോ. കുഞ്ഞമ്മാവൻ അല്ലേ? മനസ്സിലായില്ല. കുഞ്ഞമ്മാവൻ എന്നല്ലേ വിളിക്കാന്നാ ചോദിച്ചത്. നമ്മളാരാന്ന് മനസ്സിലായില്ലെന്നാ പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കി. ഓർമ്മ വരുന്നില്ലല്ലോ. ഓർമ്മ വരില്ലല്ലോ, കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ദേവൻ. ബ്രദർ എന്തി? ബ്രദറോ? ആ, സന്ദീപ് ബ്രദർ. ദേവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ ദേവൻ, താങ്കളോ? 1 2 വിളിച്ചു പിരിയാവുന്നവർക്ക് വിളിക്കാവുന്ന പേരുകളാണ് താങ്കൾ, സാറെന്നൊക്കെ. നമുക്കിടയിൽ ഇത് വേണോ? ബോറല്ലേ? ഓക്കെ, എന്താ നിങ്ങൾ ഇന്നേരത്ത്? ഞാൻ അവിടുന്ന് മുങ്ങി. എന്നെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ അവിടുന്ന് പോകുന്നില്ലേ? ആ, പക്ഷെ മാറ്ററിന് ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മൈ ഗോഡ്, ഒരു ഹോസ്പിറ്റലിന്റെ ഡിസിപ്ലിനും പേഷ്യന്റ് ആരോഗ്യത്തിനും അവിടെ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ദേവൻ. അത് തമാശയാക്കരുത്. സോറി ബ്രദർ, ഞാനെല്ലാം തമാശയാക്കും. മനുഷ്യൻ ജീവിക്കേണ്ടത് ചിരിക്കാനും
സന്തോഷിക്കാനും പറ്റുന്നിടത്താണ്. അല്ലാതെ എന്റെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം, ബ്രദറിനും അറിയാം, മുകളിലിരിക്കുന്ന ആൾക്ക് നല്ലോണം അറിയാം. പിന്നെ ആരെ ബോധിപ്പിക്കാനാ ഈ ആശുപത്രിയും ചികിത്സയും? എത്ര കാലത്തേക്കുണ്ടോ അത്ര നേരം നിങ്ങളെ പോലുള്ള ആരുടെങ്കിലൊക്കെ കൂടെ ഇഷ്ടാവില്ലേ? ഞാൻ ഡോക്ടർ രവീന്ദ്രനെ വിളിച്ച് പറയാം. കുഞ്ഞമ്മാവ, ദേവന് ഒരു മുറി ശരിയാക്കിയിട്ടുള്ളൂ. ഓ ഉം? ഹലോ, രവീന്ദ്രനുണ്ടോ? ഞാൻ സന്ദീപ്. ആണോ? ഇങ്ങോട്ട് പുറപ്പെട്ടോ? ആ, ഓക്കെ താങ്ക് യു. ഇപ്പൊ മനസ്സിലായോ? ഇനി മുതൽ ദേവന്റെ ലോകം ഇവിടെയാണ്. അതായത് ഇത് ദേവലോകമാകുന്നു. വെപ്പും വിളമ്പൊക്കെ കുഞ്ഞമാവും തന്നെ. അതേ കുഞ്ഞെ. എനിക്ക് ഒരുപാട് തിന്നണം, അതും കൂടെ കൂടെ. അതേപോലെ ചറപറാന്ന് ചെലച്ചോണ്ടിരിക്കണം എപ്പോഴും. രണ്ടും കുഞ്ഞമാവനും ഇഷ്ടാവൂലോ അല്ലേ? ഉം. ഇഷ്ടാവണം. ഇന്നെന്താ രണ്ടുപേരും കൂടി? അത്ഭുതങ്ങൾ വല്ലപ്പോഴും അറിയാതെ സംഭവിക്കുമല്ലോ സന്ദീപ്. എടോ, ഭാര്യയും കൊണ്ട് തെക്ക് വടക്ക് നടക്കലൊന്നും നമ്മളെ കൊണ്ടാവുന്ന പണിയല്ല. വന്ന് വീഴട്ടെ ഏതെങ്കിലും ഒരുത്തി, തനിക്കും അത് മനസ്സിലാവും. എന്തോ അക്കാര്യത്തിൽ ഞാൻ ഈ നാട്ടുകാരനല്ല. ഇനി മുതൽ കിച്ചണിലെ കാര്യങ്ങൾ താനിത് ഇവിടെ? അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ ബ്രദറിന് ഒരേ നിർബന്ധം. നിർബന്ധം എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ നിർബന്ധം? ഈ എന്റെ വീടെന്ന് വെച്ചാൽ നിന്റെയും വീടല്ലേ? നീ ഒറ്റയ്ക്ക് എന്തിനാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെറുതെ? ഞാൻ നിന്റെ വീട്ടിലേക്ക് കൂട്ടിയില്ലെങ്കിൽ രവിയേട്ടന് എന്ത് തോന്നും? അല്ലേ, ചോദിച്ചു നോക്ക്. സത്യല്ലേ? മനസ്സിലായി മനസ്സിലായി. ആ, ഇതെന്റെ ഭാര്യ ഗീത. അയ്യോ, ചേച്ചിയോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. വേറൊരു കാര്യം അറിയോ? ഞാൻ ചേച്ചിയെ കൂടി കാണാനാ വന്നത്. എന്നെയോ? ആ, ചേച്ചിയെ തന്നെ. ഡിഗ്രിക്ക് പഠിക്കുമ്പോ പ്രാക്ടിക്കൽ ക്ലാസ് കട്ട് ചെയ്ത് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാമുകനെ കാണാൻ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാണാതെ ഒളിച്ചുപോയി ഒടുവിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ല ചുട്ടടി കിട്ടി ഈ ഗീതേച്ചി തന്നെ. അന്ന് ചേച്ചി വീട്ടുകാരെ ഞെട്ടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് പറയാറുണ്ടായിരുന്നു. റെയിലുമേ കൂടെ ഇക്കണ്ട വണ്ടികളൊക്കെ ഓടുന്നത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ മാത്രമല്ല, ജീവിതം എടുക്കുമ്പോ തല വെക്കാൻ കൂടിയാണെന്ന്. നേരല്ലേ? ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തതോ? ഞാനോ? ഒന്നുമല്ല ചേച്ചി, ഇതൊക്കെ ഒരു ശാസ്ത്ര. ആളുകളുടെ മുഖത്ത് നോക്കി മനസ്സ്, ഭൂതം, ഭാവി, വർത്തമാനം ഇതൊക്കെ പ്രവചിക്കുന്ന വിദ്യ. വേണമെങ്കിൽ നീയും കേട്ടോ. ഒരു ദിവസം മാറ്റ്നി സിനിമ കഴിഞ്ഞ് ഇതേ കാമുകനോടൊപ്പം ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വഴി ബൈക്കിന്റെ ടയർ പഞ്ചറായി. സമയം സന്ധ്യയോടടുത്തു. എങ്ങും നിശബ്ദത. എന്തും സംഭവിക്കാം. ശ്ശോ, എന്തൊക്കെ ഈ പറയുന്നത്? ഉണ്ടായതല്ലേ? ആണല്ലോ. പറ്റിപ്പോയതാണ്. ആ, വെറുതെ ഈ മനുഷ്യൻ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. നാണക്കേട്. ശരി, ഞാൻ വിട്ടു. ആ, ഞങ്ങൾ വന്നത് വലിയൊരു അപകടത്തിന്റെ ഓർമ്മ പുതുക്കലാണ് മറ്റന്നാ. വൈകിട്ട് വീട് വരെ ഒന്ന് വരണം രണ്ടുപേരും. വെഡിങ് ആനിവേഴ്സറി? അപകടത്തിന്റെ ഓർമ്മ പുതുക്കൽ എന്ന് പറഞ്ഞപ്പോ എത്ര പെട്ടെന്നാ മനസ്സിലായി നോക്കി. എനിക്ക് പറ്റിയ അപകടം അത്ര ചെറുതൊന്നും അല്ലെന്ന് സന്ദീപിന് അറിയാലോ. ഓർക്കാതിരിക്കോ? നന്നായി പാടുമല്ലേ? ഞാനോ? പാടാനോ? ഛെ, ഛെ. ഒരാളുടെ മുഖം നോക്കി മനസ്സ്, ഭൂതം, ഭാവി, വർത്തമാനം ഇതൊക്കെ വെളിപ്പെടുത്തുന്ന വിദ്യ പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പിയല്ല ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓ. ആളെ കണ്ടാൽ അറിയാം ഗസലൊക്കെ പാടുന്ന. ഏ? അതിന്റെ ഒരു ജാടയുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? കടുവ പിടിച്ചോ? കിടുവയല്ല, കിടുകിടുവ. ഞാനാ പറഞ്ഞ ഇവളോട് താൻ പാടുന്ന്. പക്ഷെ എന്റെ പാട്ട് കുറുക്കനെ പോലെ ചേച്ചി. വയറ് നിറയണം, ഒരു ഇഞ്ച് ബാക്കിയില്ലാതെ. അതൊക്കെ ഏറ്റു. എന്നാ ചിലപ്പോ ഞാൻ അറിയാതെ ഒന്ന് കൂകിപ്പോവും. അതിന് നിങ്ങൾ പാട്ടെന്ന് വിളിക്കാണെങ്കിൽ വിളിച്ചോ. പ്രോമിസ്? പ്രോമിസ്. ഹലോ തോമസ് കുട്ടിച്ചേട്ടാ, എത്ര കാലായി കണ്ടിട്ട്. അത് ഞാൻ നീ ഒന്നും പറയണ്ട. ഒരു പോക്ക് പോയപ്പോ ആളെ കാണില്ല. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് തോമസ് കുട്ടിച്ചേട്ടൻ അടിച്ച് പിമ്പിരി. അടുത്ത ദിവസം ഞാൻ രാവിലെ എണിച്ചു നോക്കുമ്പോ ആളെ കാണാനില്ല. നാട്ടുകാരോട് സമാനം പറഞ്ഞാൽ മടുത്തേ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന രോഗം തന്നെയായിരിക്കും. നല്ല വീശി വീശി ലിവർ ഗോകർണത്ത് എത്തിക്കണം. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്ത്. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് വണ്ടി കച്ചവടമൊക്കെ? അതെ, എനിക്ക് വണ്ടി കച്ചവടമല്ല, വെജിറ്റബിൾ എക്സ്പോർട്ടിംഗ്. നല്ല കാച്ചു കാച്ചിയാലും കാശുണ്ടാക്കുന്ന കാര്യത്തിൽ കള്ളം തന്നെ. ബിസിനസ് ആയാലും തോമസ് കുട്ടി എന്നെ കണ്ട് പഠിക്കണം. ഞാൻ തോമസ് കുട്ടി അല്ലാന്ന് പറഞ്ഞില്ലേ? എന്റെ പേര് കൃഷ്ണകുറുപ്പ്. വെള്ളം അടിക്കാറില്ല. പച്ചക്കറി കയറ്റുമതിയാണ് ബിസിനസ്. തലയ്ക്ക് വെളിവില്ലെങ്കിൽ ഇയാളൊന്നും മിണ്ടാതിരിക്കും. ചൂടാവാതെ പ്രഷർ കയറും. അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ ഇപ്പൊ എന്താ ഉള്ളത്? തോമസ് കുട്ടിയല്ല, കൃഷ്ണക്കുറുപ്പല്ല. ഇനിയിപ്പോ വേറെ പേരായാലും എന്താ? നിങ്ങൾ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ലോ. ഇന്നേ ദിവസം ഇതേപോലെ ഇവിടെ വന്നിരിക്കുകയും ചെയ്യും, നമ്മൾ തമ്മിൽ കാണുകയും ചെയ്യും. ഇതിനൊക്കെ തമ്പുരാന്റെ തീരുമാനം എന്ന് പറയും, അല്ലെ തോമസ് കുട്ടി ചേട്ടാ? കൃഷ്ണക്കുറുപ്പ് ചേട്ടാ. ഏതായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരിചയക്കാരനെ കിട്ടിയില്ലേ? ആ കൈ ഇങ്ങോട്ട് വന്നേ. കൊടുകൈ. ഉറപ്പേട്ടനോ? എങ്ങനെയുണ്ട് ഇപ്പോ? ആ വേദന ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോന്ന് എനിക്ക് ഇപ്പോഴും നല്ല സംശയമുണ്ട് ഡോക്ടറെ. സംശയമല്ല,
സംഗതി നേരാ. ഷിഫ്റ്റിംഗ് പെയിൻ മുമ്പ് എനിക്കുണ്ടായതാ. കാലിന്റെ അടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മേപ്പോട്ട് കയറി വന്ന് പെടലേക്ക് കയറി പിടിച്ചപ്പോഴാ ഞാൻ ഇതേ ഡോക്ടറെ വന്ന് കണ്ടത്. ഡോക്ടർ ഒരു മരുന്ന് തന്ന് അത് മേപ്പോട്ട് കയറ്റി തല വഴി പുറത്തേക്ക് കളഞ്ഞു. ആ പ്രത്യേക ചികിത്സയ്ക്ക് ഇദ്ദേഹത്തെ പോലെ കേരളത്തിൽ വേറെ ഡോക്ടർ ഇല്ല. ഉവ്വ്. എന്നാൽ ആ മരുന്ന് എന്താ വെച്ചാ ഒന്ന് എഴുതി തരാ. ചികിത്സയുടെ കാര്യത്തിൽ കാശ് ചെലവാക്കാൻ ഈ കുറിപ്പ് മടിക്കാറില്ലെന്ന് ഡോക്ടർക്ക് അറിയാലോ. കൗണ്ടറിൽ ചെന്ന് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തോളൂ. ഓ ശരി. ഒന്നും പേടിക്കണ്ട എന്നെ കോന്തക്കുറിപ്പ് കൃഷ്ണക്കുറിപ്പ് ഏട്ടാ. നീ തമാശ കളിച്ച് ഞാൻ ഈ പണി നിർത്തേണ്ട വരുമോ? ഞാൻ രവിയേട്ടന് പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതല്ലേ. May I come in, sir? എന്താ കമിൻ. Dr. Sandeep വെയിറ്റ് ചെയ്യുന്നു. ഓ ഞാൻ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയും മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കായിരുന്നു മദർ. മദറിനറിയോ, എനിക്ക് ഒറ്റയ്ക്കിരുന്ന ഓരോന്നൊക്കെ തോന്നും. അത് ചെറുപ്പം മുതലേ അങ്ങനെയാ. കണ്ടവന്റെ തെങ്ങി കയറി തേങ്ങ പറിക്കണം. Oh my God. ആ മദർ എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇപ്പൊ ഈ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ അറിയാതെ എന്റെ പോക്കറ്റിലേക്ക് എടുത്തിടും. അങ്ങനെയൊക്കെ ചെയ്താ ഭാവിയിൽ ഞാനൊരു കള്ളനായി പോവില്ലേ. അതുകൊണ്ടാ ഞാൻ ചാടിപ്പോയതല്ലേ? ചാടിപ്പോവേ. ഇങ്ങനെ ചാടി പോവാൻ ഞാൻ കൊരങ്ങ. പയ്യൻ നടന്ന് സന്ദീപ് ഡോക്ടർ വീട് വരെ പോയി. ദേവനെ ചൊല്ലി ഡോക്ടർ രവീന്ദ്രനാഥ് എന്നെ എത്ര വഴക്ക് പറഞ്ഞെന്ന് അറിയാമോ? ഈ ആശുപത്രിയിൽ വരുന്നവരൊക്കെ എന്റെ മക്കളെ പോലെയാ ഞാൻ നോക്കുന്നത്. എന്നിട്ട് അവര് മിസ് ചെയ്താ സഹിക്കും എനിക്ക്. എനിക്കറിയാം ഈ മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു അമ്മയുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ മദർന്ന് വിളിച്ചത്. എല്ലാവരും അങ്ങനെ വേണം വിളിക്കാൻ. ഇനി ആര് വിളിച്ചില്ലെങ്കിലും എനിക്കിത് മദറാ. മമ്മി, എന്റെ അമ്മ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ കൊരങ്ങനെ കൂടെ താമസിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ? ദേവനെ ആ അവനവിടെ വന്നു. ഒറ്റയ്ക്ക് ഇവിടെ അവനെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞു. പറ്റിപ്പറഞ്ഞ ആളെ കുപ്പിയിലാക്കാൻ ആള് മിടുക്കനാ. ദേ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്നെ സിസ്റ്റർ എന്നല്ല വിളിക്കേണ്ടത് മദറിനാണെന്ന്. പിന്നെ അങ്ങനെയാ വിളിക്കുന്നത്. അവൻ എന്താ അസുഖം ഡോക്ടർ? ലിംഫോസർകോമ ഓഫ് ദി ഇന്റെസ്റ്റൈൻ. ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കും അല്ലേ? അല്ല, ലാസ്റ്റ് സ്റ്റേജാ. തന്നെ ചൂണ്ടി നാട്ടുകാരൊക്കെ എന്റെ മോളാണെന്ന് ചോദിച്ചു തുടങ്ങുമെന്നാ പേടി. അയ്യ, എനിക്കറിയില്ലേ ഉള്ളിലെ കള്ളത്തരം. ഇതും ഇതിലധികവും പതപ്പിച്ചതല്ലേ സോപ്പ് പണ്ട്. ഞാനതിൽ വീഴുകയും ചെയ്തു. അത്രേ ഉള്ളൂ നിന്റെയും നിന്റെ വർഗത്തിന്റെയും ജാടകളൊക്കെ. ഒരു കള്ളനോട്ടം, ഒരു കൊള്ളി വാക്ക്, തീർന്നു പാവങ്ങളുടെ കാര്യം. പിന്നെ പിന്നാലെ നടന്ന് കാല് തേഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഒന്ന് ഒതുങ്ങി തന്നിട്ടിപ്പോ. ആ ഹലോ. ചേടാ, നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രണ്ടുപേരും കൂടെ വഴക്കൂടുക. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക്സ്. ഇങ്ങോട്ടിരിക്കും ആന്റി. വേണ്ട, നീ എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ. പക്ഷെ ആന്റി ഓർമ്മിക്കായിരിക്കും മോളെ ഈ ദിവസം. നോക്കേ, നിന്റെ ഫേവററ്റ് പൂക്കൾ രണ്ടുപേർക്കും കൂടെ. സർ. ആ ഇവളെ മോളാക്കി ഞാൻ എപ്പോഴും സാറ്. സോറി, ഇന്നത്തേക്ക് സാറ് വിളി വേണ്ട. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്റെ മക്കൾക്ക്. ഗോഡ് ബ്ലെസ് യു. ആ അടുത്ത വാർഷികത്തിന് ഒരാളും കൂടി വേണം നിങ്ങളോടൊപ്പം. നിനക്ക് മനസ്സിലായോ? ഇരിക്കൂ. ആരെയും ഇൻവൈറ്റ് ചെയ്തില്ലേ? ഏയ്, സന്ധ്യയും ദേവനും വരും. ദൈവം വരുമോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതെന്താ ഇത്ര പെട്ടെന്ന്? അവന്റെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എനിക്കെന്തോ അവനെ കാണാൻ അത്രയ്ക്ക് കടുത്ത മനസ്സൊന്നും എനിക്കില്ല കുഞ്ഞെ. ദേവൻ എന്താ രവേട്ട? ഏയ് ഒന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ. ഇവിടം വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ? പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിക്കാതെ സന്ധ്യക്ക് ഞാനൊന്നും കഴിക്കാറില്ല. വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.
എന്താ ദേവന്? അവനെന്തോ വയ്യായകളൊക്കെ ഉണ്ട്, നത്തിങ് സീരിയസ്. പക്ഷെ ആന്റി പറഞ്ഞത് അവനെ നേരിൽ കാണാൻ മനക്കരുത്തില്ല എന്നൊക്കെ. വളരെ സെൻസിറ്റീവ് ആണ് അവര്. എന്ത് ചെറിയ അസുഖം കേട്ടാലും കരച്ചിലും പ്രാർത്ഥനയും പതിവാ. ആ, ചെന്ന് ഭക്ഷണം റെഡിയാകാൻ നോക്ക്. പ്രത്യേകിച്ച് ദേവൻ ഓഫർ ചെയ്താ തീറ്റക്കൊതിയന് വലിയ എക്സ്പെക്ടേഷനോടെ വരും. എന്തെങ്കിലും കുറഞ്ഞാ പറഞ്ഞ് അവൻ കുളമാക്കും. നീ തന്നെ കേൾക്കേണ്ടി വരും. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് ചോദിക്കുന്നില്ല, കാരണം വയസ്സിന്റെ കള്ളി വെളിച്ചത്താവും. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സന്താന സൗഭാഗ്യവും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഈശ്വരൻ. എന്നോട് പറഞ്ഞായിരുന്നു. ഹാപ്പി ആനിവേഴ്സറി. താങ്ക്സ്. നീ എന്നെ ചേച്ചി എന്നല്ലേ വിളിക്കാറ്? വിളിക്കാറൊന്നല്ല, ചേച്ചി തന്നെയല്ലേ? ആണല്ലോ. ഉം. ഇന്നത്തെ ദിവസം എന്നോട് കള്ളം പറയില്ല എന്ന് കരുതി ചോദിക്ക. നിനക്കെന്താ വയ്യായിക? പറയണം, എനിക്കത് അറിയണം. ബിസിനസ് ബിസിനസ്. ഈ ഗീതേച്ച ആള് കൊള്ളാലോ. ഇന്നേരത്ത് പോലും മനസ്സിൽ രോഗം, ചികിത്സ, ഭർത്താവിന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ആളെ ക്യാൻവാസ് ചെയ്യൽ. കൊള്ളാം കൊള്ളാം. ആശുപത്രി ബിസിനസിന് പറ്റിയ ഭാര്യയെ തന്നെ തെരഞ്ഞെടുത്ത രവിയേട്ട വേണം സമ്മതിക്കാൻ. വെറും ഒരു ജലദോഷ രോഗിയായി എന്നെ ഒരു വലിയ രോഗിയായി ചിത്രീകരിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് പണം പിടുങ്ങാനുള്ള തീരുമാനമാണിത്. ബ്രദർ, ഇവരെ രണ്ടുപേരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും എന്റെ ചേച്ചി ഇത്ര ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വേണ്ട, എന്റെ മുന്നിൽ വേണ്ട ഈ നാടകം. എന്തോ ഒന്നുണ്ട്, മറച്ചു വയ്ക്ക എല്ലാരും. എന്റെ ചേച്ചി വെറും ഒരു ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷം. ചേച്ചിക്കറിയോ, എന്റെ ജാതകം കുറിച്ച് ജ്യോത്സ്യൻ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളവന് 85 വയസ്സ് വരെ ജീവിക്കുന്നു. അതിന്റെ ഫസ്റ്റ് ഹാഫ് പോലും ആയിട്ടില്ല. അക്കാര്യം വിട്. ഞാൻ അങ്ങനെ വിടുന്നില്ല. നിനക്ക് ജ്യോത്സ്യത്തിലും ജാതകത്തിലും വിശ്വാസമുണ്ടോ? ഉണ്ടല്ലോ. എന്നാ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ഞങ്ങളുടെ ഗുരുവിന്റെ അടുത്തേക്ക്. അദ്ദേഹം അനുഗ്രഹിച്ചാൽ ഒക്കെയും ഭേദമാവും, ഉറപ്പാ. നമ്മൾ പോകുന്നു. നന്മയും സ്നേഹവുമുള്ള ഒരു മനസ്സിന്റെയും അനുഗ്രഹം കിട്ടാതെ പോവില്ല ഈ അനിയന്. ഒരേച്ചി. ആ രവേട്ടാ, കഴിഞ്ഞ ദിവസം ദേവൻ ഒരു വാക്ക് തന്നിരുന്നു നമുക്ക് എല്ലാവർക്കും. ഒരു പാട്ടിന്റെ കാര്യം. ആരോ വിളിച്ചു തോന്നുന്നു. ഹലോ ഹലോ. ഏ, പറഞ്ഞത് ശരിയാ, പാടിയേ തീരൂ. ശരി. പിന്നീട് ഒരിക്കൽ രവിയേട്ടനും ഗീതേച്ചിക്കും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഈ സുദിനത്തിന്റെ ഓർമ്മയ്ക്ക്. പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ, സ്വപ്നമോഹിനി. മുകരാത്ത പൂവിന്റെ കാണാത്ത വർണ്ണമാണു നീ, സ്വർഗനന്ദിനി. ഒരു മൊഴി പാടി വരൂ, കുളിരല ചൂടി വരൂ, പ്രിയരെഴുമീ ദിനത്തെ രാഗസാന്ദ്രമാക്കു നീ. പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ, സ്വപ്നമോഹിനി.
ചിലമ്പണിഞ്ഞ കാവ്യദേവതേ വസന്ത ബന്ധുരാഭ ചാർത്തി വന്നു നീ ഈ മുഹൂർത്തമാത്മഹർഷ സുന്ദരം മരന്തമേകി എന്റെ നാവിൽ നൃത്തമാടു നീ ശ്രുതിലയമാകിനി സ്വരമധുരഞ്ജിനി വിഷാദങ്ങൾ നീക്കി പുഷ്പഹാസങ്ങളേകുനി പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ സ്വപ്നമോഹിനി മാനസം നിറഞ്ഞ ശോകമേഘമേ മറച്ചുമാരി വില്ലുകൊണ്ടു നിന്നെ ഞാൻ പ്രാണനുമ്മ വെച്ച ദിവ്യരാഗമേ ഒരിക്കലും മരിച്ചിടാത്ത ജീവശക്തി നീ അസുലഭമോഹനം സുരഭില നന്ദനം സദാനന്ദ സൗഭഗങ്ങൾ പൂക്കുന്നൊരീവനം പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ സ്വപ്നമോഹിനി മുഖരാത്ത പൂവിന്റെ കാണാത്ത വർണ്ണമാണു നീ സ്വർഗനന്ദിനി ഒരു മൊഴി പാടി വരൂ കുളിരല ചൂടി വരൂ പ്രിയരെഴുമീ ദിനത്തെ രാഗസാന്ദ്രമാക്കു നീ പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത നാദമാണു നീ സ്വപ്നമോഹിനി അവ അവിടെ നിന്ന് വെച്ച് പോകുന്നുണ്ടോ മോൻ? കൊല്ലക്കുടിയില് കൊല്ലൻ രാജാവ്, അടുക്കളയിലെ കുഞ്ഞമ്മാനും. ഞാൻ പൊക്കോളാം, പക്ഷെ ഒരു പെണ്ണ് വന്ന് ഈ വീടിന്റെ ഭരണം ഏറ്റെടുക്കട്ടെ, അപ്പൊ കാണാം. എനിക്ക് അതിനൊക്കെയുള്ള ഭാഗ്യമുണ്ടോ? അയ്യോടാ, പറയാൻ പറ്റില്ല. ചിലപ്പോ 90-ാം കാലത്ത് കുഴിയിൽ കാര്യം നീട്ടിയിരിക്കുമ്പോ ഉണ്ടായാലോ. ഞാൻ കുഞ്ഞമ്മാന്റെ കാര്യമല്ല, സന്ദീപിന്റെ കാര്യം പറഞ്ഞത്. മനസ്സിലായി. ആ, എലി എത്ര കരഞ്ഞിട്ടെന്താ, പൂച്ചയ്ക്ക് കണ്ണീര് പൊട്ടണ്ടേ മോനെ? എന്താ 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 അതെ, നീ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി ഈ വീട് കയറി വരുന്ന കാര്യം. ആ, ആ കുട്ടി മാത്രം ആശിച്ചതുകൊണ്ടും വിചാരിച്ചതുകൊണ്ടും ആയോ? അവനും കൂടെ ഒന്ന് മനസ്സ് വെക്കണ്ടേ? ഏത് കുട്ടി? അപ്പൊ നല്ലവനായ എന്റെ ബ്രദറിനെ ആശിച്ചും വിചാരിച്ചും ഒരാളുണ്ടല്ലേ? പറ പറ കേക്കട്ടെ. ആരാ എന്താന്നൊക്കെ എന്നോട് പറ. എവിടെ ചെന്നാലും തേടി കണ്ടുപിടിച്ച് കൂട്ടിക്കെട്ടി കുഞ്ഞമ്മാവന്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തിത്തരാം. പറ പറ കേക്കട്ടെ, ആരാ? പാവ പെൺകുട്ടി, ഉം. സാക്ഷാൽ ലക്ഷ്മി ദേവി. അതങ്ങനെ തന്നെ വേണമല്ലോ. തങ്കമല്ലേ നമ്മുടെ ചക്കനും. പിന്നെ നമ്മൾ കാർന്നോമാര് നോക്കേണ്ടത് പെണ്ണിന് ഇങ്ങോട്ടുള്ള പോലെ ഇവിടുന്ന് അങ്ങോട്ടും വല്ലതുണ്ടോന്നാ. എന്തോ ഒന്നും ഉണ്ടെന്ന് തന്നെയാ എന്റെ ഒരു തോന്നല്. നീ വിചാരിച്ച അവന്റെ മനസ്സറിയാം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. എന്തിനു നോക്കണ്, എന്തിന് നോക്കണ്? വേറൊരു ജോലിയില്ലാടാ നിനക്ക്?
ഈ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാലോ? ആശുപത്രി, എഴുത്തുമുറി, എഴുത്തുമുറി, ആശുപത്രി. വേറെ ഒരു ജോലിയില്ലേ ബ്രദർ? വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. മനസ്സിലായില്ല, എന്താ ഉദ്ദേശം? അതെ, ഒരിടത്തൊരു നിധി ഉണ്ടെന്ന് കേട്ടു. കുടത്തിലിട്ട് അടച്ച ആര് പറയാതെ കുഴിച്ചിട്ടിരിക്കുക. വാ, നമുക്കൊന്ന് പൊക്കിയെടുക്കാം. വട്ടായോടാ നിനക്ക്? കള്ളന്മാരുടെ ഇടയിൽ കഴിയുമ്പോ ഒന്നുകിൽ പെരുങ്കള്ളനാവണം, ഇല്ലേ ഭ്രാന്താവണം. വാ. ഉം. ഹായ്, ഏയ് തോമസ് കുട്ടി, ജസ്റ്റ് മിനിറ്റ്. ആരാ? എന്റെ ഒരു പഴയ ഫ്രണ്ടാ. കണ്ടിട്ട് എത്രയെന്നറിയോ? ഹലോ തോമസ് കുട്ടി, ഇത് എവിടെയായിരുന്നടാ? എത്ര നാളായി കണ്ടിട്ട്? ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വേണ്ടടാ. എനിക്ക് മനസ്സിലായി, ഇത്രയൊക്കെ നിന്റെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ വേണ്ട വേണ്ട, ഒന്നും കേൾക്കണ്ട. എങ്ങനെയുണ്ടാ നിന്റെ അപ്പന്? മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ചോ? പെരുവരിലൊക്കെ കൂട്ടി കെട്ടിയോ? എന്തായത് മിസ്റ്റർ? എന്റെ പേര് തോമസ് കുട്ടി വേണ്ട വേണ്ട വേണ്ട, നിന്റെ ജാടയൊന്നും എന്റെ അടുത്ത് കാണിക്കുന്നേ. ആഹാ, ബൈക്കൊക്കെ മേടിച്ച് ചെത്തി നടക്കല്ലേ? നീ എന്റെ യഥാർത്ഥ ഫ്രണ്ടാണ്. ഞാൻ റൗണ്ട് അടിച്ചോട്ടെ? ഒന്നാക്കണ്ട, ഇഷ്ടം പോലെ കറങ്ങിട്ടുണ്ട്. താങ്ക് യു. എന്റെ വണ്ടി നോ പ്രോബ്ലം. അയക്ക് വട്ടാണെന്നാ തോന്നുന്നത്. എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാ. ബ്രദർ കേറ്, ജസ്റ്റ് എ റൈഡ്. ഓ ശരിയാ, എന്തെങ്കിലും പറ്റിപ്പോയാ കണ്ണു നനയാനായിട്ട് കാണാമറയത്ത് എവിടെയോ ഒരാളുണ്ട് അല്ലേ ബ്രദർ? ഉള്ളത് തുറന്നു പറ, ആരാ മനസ്സിൽ? ഇറങ്ങ്. ബ്രദറിന്റെ പേരിനൊപ്പം ചേർത്ത് വെക്കാവുന്ന പേരെന്താ? പറ, ആരാ കക്ഷി? ദേ, ഡോക്ടറാണ് കുന്താണെന്നൊന്നും ഞാൻ നോക്കില്ല. ഹിപ്നോട്ടൈസ് ചെയ്യും, പറയിപ്പിക്കും. എന്റെ പൊന്നു ബ്രദറല്ലേ, പറ പ്ലീസ്. ഒരു നാടൻ പെൺകുട്ടി, സ്കൂൾ ടീച്ചറാ, ദീപ. ന്യൂമോണിയ ബാധിച്ച് കഷായ മരുന്നൊന്നും ഫലിക്കാത്തൊരു സ്റ്റേജിലാണ് എന്നെ വന്ന് കണ്ടത്. ദൈവാധീനം. ബാക്കി ഇവിടെ പോരട്ടെ. എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാണെന്ന് അറിയില്ല. പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകാറാകുമ്പോഴേക്കും മനസ്സിലെന്തോ എവിടെയോ രണ്ടാൾക്കും. മതി. ഹോൾ ബോഡി സ്കാനിങ്ങിൽ ഹൃദയത്തിൽ എവിടെയോ ഒരു സ്ക്രാച്ച്, എ ലവബിൾ റൊമാൻറ്റിക് സ്ക്രാച്ച്. ആട്ടെ, ആ മുറിവുണക്കാൻ എന്തുണ്ട് മെഡിസിൻ കയ്യിൽ? ഐ ഡോണ്ട് നോ, ബട്ട് ഐ നോ. ഒരു അനസ്തേഷ്യ, ഒരു മൈൽഡ് ഓപ്പറേഷൻ, അതർവൈസ് വൺ ബൈപ്പാസ് സർജറി. നിങ്ങളുടെ രണ്ടുപേരുടെയും രോഗത്തിന് ഞാൻ ഡോക്ടർ, എന്റെ ചികിത്സ ഏറ്റു. തോമസ് കുട്ടി. ഞാൻ തോമസ് കുട്ടിയല്ല, രാമൻകുട്ടി. എന്തായാലും ഒരു കുട്ടിയല്ലടോ. താൻ എന്ത് പോകൃതരെ കാണിച്ചേ? കണ്ടോന്റെ വണ്ടി എടുത്ത് ചുറ്റാൻ പോവാ? എടാ തോമസ് കുട്ടി, നിന്റെ വണ്ടിയാണെന്ന് അറിഞ്ഞിട്ട് എന്നടാ ഞാൻ എടുത്തോണ്ട് പോയത്. എടാ നിനക്ക് എന്നെ മനസ്സിലായില്ലടാ തോമസ് കുട്ടി? ആരോടോ തന്റെ തോമസ് കുട്ടി? എന്റെ പേര് ഫ്രാൻസിസ് എന്നാ. ഏ? എനിക്ക് നിന്നെ അറിയ പോലില്ല. അയ്യോ. പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടത്. അയ്യോ സുഹൃത്തെ, സോറി ട്ടോ. നിങ്ങൾക്ക് എന്റെ കൂടെ കോളേജിൽ പഠിച്ച തോമസ് കുട്ടിയുടെ അതേ ഛായ പറിച്ചു വെച്ചിരിക്കുന്ന പോലെയുണ്ട്. കോളേജിൽ ഞങ്ങൾ അവനെ വാനരെന്നാ വിളിച്ചോണ്ടിരുന്നത്. അതേ വണ്ടിയും. ആ കൈയ്യട് കാണിച്ചേ. ആ കാണിക്കുന്നേ പറ്റിപ്പോയതാണേ, സോറി ട്ടോ. कहीं तो ये दिल कभी मिल नहीं पाते, कहीं से യെസ്. ഞാനല്ല, അകത്തുണ്ട്, ഇരുന്നോളൂ. ഇപ്പൊ വിളിക്കാം. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താണോ നേരത്തെ? അതെ, പെങ്ങള് നേരത്തെ ഡോക്ടർ സാറിന്റെ ട്രീറ്റ്മെന്റിലുള്ള പേഷ്യന്റ് ആണോ അതോ പുതിയതായിട്ട് വന്നതാണല്ലേ? പ്ലീസ്. എന്റെ ബ്രദർ ആയതുകൊണ്ട് പറയല്ല, ഡോക്ടർക്ക് വേണ്ടി ഞാൻ ആരും ക്യാൻവാസ് ചെയ്യേണ്ട കാര്യമില്ല.
ഉമ്മറത്താരെയും കാണാത്തോണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പുള്ളിക്കാരൻ നല്ല തിരക്ക് തന്നെയാ. എന്തുകൊണ്ടാ? ഇത്രയും വിദഗ്ധനായ ഒരു ഡോക്ടർ ഈ പരിസരത്ത് നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് തന്നെ കണ്ടുവന്നു വരില്ല. രോഗിയുടെ ദേഹത്ത് അദ്ദേഹത്തിന്റെ കൈയൊന്ന് തൊട്ടാ മതി, ചാടി അടിച്ച് ഓടി കിടക്കും. പക്ഷെ കാഴ്ചയിൽ അല്പം ബലം പെടുത്തോണ്ടെന്ന് തോന്നും. ആള് പാവ. ദേവാ, ആരോടാ നിന്റെ കത്തി? ആ, ദീപയോ? ഓ അത് ശരി. എന്നെ കണ്ടപ്പോ പേഷ്യന്റിനൊരു പരുങ്ങല്, പേഷ്യന്റിനെ കണ്ടപ്പോ ഡോക്ടർക്ക് ഒരു പരുങ്ങല്. ചുറ്റിക്കളിയാണോ ബ്രദർ? ആ, വായടക്കെ. ഇതിന്റെ വളരെ അടുത്ത സുഹൃത്താ ഇത്. വേണ്ട വേണ്ട, അറിയാലോ, A to Z അറിയാലോ. ബ്രദറിന്റെ ഉറക്കം കെടുത്തുന്ന പ്രണയകഥയിലെ നായിക ദീപ ടീച്ചർ. ഇവന്റെ ഒരു കാര്യം. അയ്യോ കൊഞ്ചല്ലേ. ഇന്നലെ രാത്രി കൂടി ഉറങ്ങാൻ കിടന്നപ്പോ ബ്രദർ എന്നോട് പറഞ്ഞതല്ലേ, അവളെ ഓർത്തോർത്ത് ഉറങ്ങാതെ പുലരുകയാണ് എന്റെ രാത്രികളിൽ. ഇല്ലാത്ത കാര്യം. പേര് ദീപ, സ്കൂൾ ടീച്ചർ, നിമോണിയ ചികിത്സ, വീണ്ടും വീണ്ടും ചികിത്സ, ഒടുവിൽ രോഗം മാറിയപ്പോ ഡോക്ടർക്ക് രോഗം. രോഗത്തിന്റെ പേര് പ്രേമം, പ്രണയം, അനുരാഗം, ലവ്, എക്സെട്ര എക്സെട്ര. മനസ്സിലുള്ളത് ആ മുഖത്ത് നോക്കി ഒന്ന് തുറന്ന് പറഞ്ഞ ധൈര്യമായിട്ട്. എങ്കിൽ പിന്നെ ബാക്കിയുള്ളതിന് ജോലി കുറയുമല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ ദേവ? കണ്ടോ ദീപം മോളെ, ഭയങ്കര പേടിത്തൊണ്ടനാ. പക്ഷേ മോൾ ഒരുപാട് ഇഷ്ടാവിന്. വിൽ യു പ്ലീസ് ഷട്ട് അപ്പ്? താങ്ക് യു. അല്ലെങ്കിൽ പൊന്നൊരുക്കുന്നിടത്ത് ദേവനെന്ത് കാര്യം? മഹാവായടിയൻ. നിന്ന് വേർത്തുപോയി. അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണോ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? സത്യത്തിൽ ഞാൻ പറയാതെ ഒളിച്ചു വെച്ച് എന്തൊക്കെയോ അവൻ പറഞ്ഞു. അല്ലെങ്കിലും നമുക്കിടയിൽ അവനെ പോലെ ആരോ വേണമായിരുന്നു അല്ലേ? എനിക്ക് വേണ്ടി അവൻ പറഞ്ഞു, ഇനി ദീപയ്ക്ക് വേണ്ടി. ആ ദേവേട്ടൻ എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതിയാ മതി. എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതിയാ മതി എന്നുവെച്ചാ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഓക്കേ, ഏതായാലും പറഞ്ഞു വെച്ചു. ഇനി മനസ്സിലൊന്നും ബാക്കി വെക്കണ്ട. പറഞ്ഞോളൂ. നമുക്കല്പം നടക്കാം, ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ഹലോ, എങ്ങോട്ടാ? വെറുതെ ഒന്ന് നടക്കാൻ. നോക്കി പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കണ്ട. വരുന്നേ വാ. ഓക്കെ, 1 മിനിറ്റ്. അയാൾ എന്തിനാ ഇനി എന്തൊക്കെയാണാവോ പറഞ്ഞു കൂട്ടാൻ പോണത്? വെറുതെ ഒന്ന് വിളിച്ചതാ. ശുദ്ധൻ ചാടി പുറപ്പെട്ടു. വരട്ടെ, എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കാം. വാ 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 വാ, നേരങ്ങളെയല്ലേ. എത്ര തവണ കണ്ടാലും തോന്നും ഈ പുഴ ആദ്യം കാണാണെന്ന്. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? നിനക്കിത് മനസ്സിലാവില്ല. വേണ്ട. ഹലോ ബുദ്ധിജീവികളെ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയകാലമാണ്. ദ സീസൺ ഓഫ് ലവ്. മഴയെക്കുറിച്ചും പുഴയെക്കുറിച്ചുള്ള അറുപോറൻ പൈങ്കിളി സാഹിത്യമല്ല ഇവിടെ വേണ്ടത്. മുന്നിലിരിക്കുന്ന പ്രിയതമയെക്കുറിച്ച്, വിവാഹം, മക്കൾ, ഭാവി, ഇതൊക്കെ സംസാരിക്ക്. ഇതുപോലൊരു മണ്ടങ്കണാരൻ ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്ന് അടുത്തിരുന്ന് തട്ടിയും മുട്ടി അല്പം പ്രണയസല്ലാപത്തിന് നേരം കിട്ടിയിട്ടത് വേസ്റ്റാക്കുന്ന രണ്ടിന് നല്ല ചുട്ടടിയ കിട്ടേണ്ടത്. ഫൂൾസ്. ബൈ. എന്തു എവിടെയും പറയാൻ ഒരു മടിയില്ല. ഈ ദേവേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പാലക്കാട്ടുന്ന ചികിത്സകെന്ന് പറയാം. പക്ഷേ ദൈവത്തിനടുത്തേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് അവൻ. 2-3 മാസം മാത്രം ബാക്കിയുള്ള ഒരായുസ്. മറിച്ചെന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ ഈശ്വരൻ അത്ഭുതം കാണിക്കണം. അയാൾക്കറിയോ ഇതൊക്കെ? നന്നായിട്ടറിയാം. എന്നിട്ടും കളിച്ച് ചിരിച്ചിങ്ങനൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റണില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും വലിയ വേദനയായി അവൻ മനസ്സിലിങ്ങനെ.
ആരോഹണത്തിൽ ചിരിച്ചും അവരോഹണത്തിൽ കരഞ്ഞും അജ്ഞാത ഗായകനാരോ പാടും കഥന മനോഹര ഗാനം വാഴ്വൊരു കഥന മനോഹര ഗാനം ആരോഹണത്തിൽ ചിരിച്ചും അവരോഹണത്തിൽ കരഞ്ഞും അജ്ഞാത ഗായകനാരോ പാടും കഥന മനോഹര ഗാനം വാഴ്വൊരു കഥന മനോഹര ഗാനം. ഇടവപ്പാതിയിൽ ഇടനെഞ്ചു പൊട്ടുമ്പോഴും വാനം ചിരിയുതിർക്കും മിന്നലാ വാനം ചിരിയുതിർക്കും ഇടവപ്പാതിയിൽ ഇടനെഞ്ചു പൊട്ടുമ്പോഴും വാനം ചിരിയുതിർക്കും മിന്നലാ വാനം ചിരിയുതിർക്കും മനസ്സിൻ സംഗീതം മധുവൊഴുക്കും ആരോഹണത്തിൽ ചിരിച്ചും അവരോഹണത്തിൽ കരഞ്ഞും അജ്ഞാത ഗായകനാരോ പാടും കഥന മനോഹര ഗാനം വാഴ്വൊരു കഥന മനോഹര ഗാനം. ഗുഡ് മോർണിംഗ്. താനെന്താ എത്ര കാലത്തെ? എവിടെ സന്തത സഹചാരി? ദേവനോ? ആ, എഴുന്നേറ്റില്ലേ ആള്? കൊള്ളാം. എഴുന്നേറ്റില്ലേന്നോ? സൂര്യൻ ഉദിക്കുന്നതിന് അവൻ ചെന്ന് വിളിച്ചിട്ടാന്ന് തോന്നും. അത്രയ്ക്ക് നേരത്തെ എൻ്റെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. ഇപ്പോ പ്രധാനമന്ത്രിക്ക് ഒരു ടെലഗ്രാം അടിക്കാൻ നിന്നുകൊണ്ട് പോയിരിക്കുക. എന്നെ കുറിച്ചുള്ള പരാതിയാണത്രേ. വല്ലാത്തൊരു കുട്ടി. പറയുന്ന തമാശ ഏതാ കാര്യം ഏതാന്ന് നമ്മൾ തിരിച്ചെടുത്തോളണം.
എന്നോട് ഒരു കൂട്ടം നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോ. എന്നാലോ ഒന്നും അങ്ങോട്ട് തെളിച്ച് പറയേയില്ല. നിങ്ങളും അവനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ എന്താ അവന്? കഥ പറയാൻ നിൽക്കാണോ? ഒരു കപ്പെടുത്തിട്ട് വാ. ആ. വിശേഷം എന്തെങ്കിലും? ഡോക്ടർ വാര്യർ എന്ന് വിളിക്കേണ്ട രവേട്ട. ദേവന്റെ നില വളരെ വഷളായിക്കൊണ്ടിരിക്കുക. ഗീത, അവൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്ക്. കേക്ക് എടുക്കട്ടെ. ഇന്നലെ ഡോക്ടർ വാര്യർ എന്നെ വിളിച്ചിരുന്നു. ദേവൻ അദ്ദേഹത്തിന് സുദീർഘമായ ഒരു കത്തയച്ചിട്ടുണ്ടത്രേ. അതിൽ നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നു കാണണം, അത് കഴിഞ്ഞാൽ ഇവിടം വിടണം എന്നൊക്കെ എഴുതിയിരിക്കുന്നു. വിടാനോ? എങ്ങോട്ട്? ഇനി അവനെ പിരിഞ്ഞ് ഞാൻ ആലോചിക്കായിരുന്നു എന്റെ ബന്ധുക്കളെ കുറിച്ച്. അങ്ങനെ ആരും ഇല്ലാഞ്ഞിട്ടാണോ അതോ അവർക്ക് വേണ്ടാഞ്ഞിട്ടാണോ? ഒരിക്കൽ പോലും ആരെങ്കിലും അന്വേഷിക്കാൻ വരില്ല. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ഭർത്താവിന്റെ ചിതയിലെ തീ അണയും മുമ്പെന്ന പോലെ അമ്മയെ വേറെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ബന്ധുക്കൾ. ഒരു മുത്തശ്ശന്റെ കൂടെ കുട്ടിക്കാലം, അയാളുടെ കാലശേഷം കോൺവെന്റ് ജീവിതം. ബാംഗ്ലൂരിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ടാണത്രേ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഗീതയോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് പോലെ ബന്ധുക്കളെയും തിരഞ്ഞെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവൻ പറയാറുണ്ട്. നമ്മളൊക്കെ ഇന്ന് അവന്റെ ബന്ധുക്കളാണെന്ന് ഡോക്ടർ വാര്യർക്ക് എഴുതിയിട്ടുണ്ട്. അവൻ ശ്വസിക്കുന്ന വായുവിനേക്കാൾ ഇന്ന് അവനെ നിലനിർത്തുന്നത് മനസ്സിൽ നിറഞ്ഞേക്കുന്ന സ്നേഹവും ഇനിയും മതി വന്നിട്ടില്ലാത്ത സ്നേഹത്തിനു വേണ്ടിയുള്ള കൊതിയുമാണെന്ന് ഉറപ്പാ. ഇല്ലെങ്കിൽ അവൻ എപ്പോഴേ മരിച്ചു കഴിഞ്ഞേനെ. ബാക്കിയുള്ള 1-2 മാസത്തെ ജീവിതം പോലും ഇനി അവന്. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ അവനെ ജീവനോടെ കാണാൻ പറ്റുമെന്ന്. പാടാതെ പോയോ നീ എൻ്റെ നെഞ്ചിൽ, പതഞ്ഞ പല്ലവികൾ ചൂടാതെ പോയോ നീ എൻ മനസ്സിൻ ചുവന്ന താമരകൾ. പാടാതെ പോയോ നീ എൻ്റെ നെഞ്ചിൽ, പതഞ്ഞ പല്ലവികൾ ചൂടാതെ പോയോ നീ എൻ മനസ്സിൻ ചുവന്ന താമരകൾ. കുറിഞ്ഞിയെ വാനമണിയിച്ച നീഹാര നീർമണികൾ, നീലക്കുറിഞ്ഞിയെ വാനമണിയിച്ച നീഹാര നീർമണികൾ, കോമള സ്വപ്നത്തിൻ പൊന്നൂലിന്മേൽ കോർത്തു ഞാൻ കാത്തിരുന്നു, നിന്നെ ഓർത്തു ഞാൻ കാത്തിരുന്നു. പാടാതെ പോയോ
പല്ലവികൾ ചൂടാതെ പോയോ നീ എൻ മനസ്സിൻ ചുവന്ന താമരകൾ. മൗനത്തിൽ മുങ്ങിയ കാട്ടുമുളം തണ്ടിൽ തെന്നൽ തലോടിടുമ്പോ, മൗനത്തിൽ മുങ്ങിയ കാട്ടുമുളം തണ്ടിൽ തെന്നൽ തലോടിടുമ്പോ, ഓണം തുളുമ്പുന്ന നൊമ്പരച്ചിന്തിന്റെ അഴകാണു ഞാനോമലേ, കണ്ണീരലയാണു ഞാനോമലേ. പാടാതെ പോയോ നീ എന്റെ നെഞ്ചിൽ പതഞ്ഞ പല്ലവികൾ ചൂടാതെ പോയോ നീ എൻ മനസ്സിൻ ചുവന്ന താമരകൾ. പാടാതെ പോയോ നീ എന്റെ നെഞ്ചിൽ പതഞ്ഞ പല്ലവികൾ ചൂടാതെ പോയോ നീ എൻ മനസ്സിൻ ചുവന്ന താമരകൾ. ദേവാ, അത് ശരി, കള്ളത്തരത്തില് സൗജന്യമായിട്ട് സംഗീതം ആസ്വദിക്കുകയായിരുന്നു അല്ലേ? ആട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? നിന്റെ പാട്ടല്ല ഞാൻ കേട്ടത്, മനസ്സിന്റെ തേങ്ങല. ഏകാന്തതയിൽ മറ്റാരും അറിയാതെ നീ താലോലിക്കുന്ന ഏതോ ഒരു വേദനയുടെ തേങ്ങൽ. സ്വകാര്യമായി ഒരു നുള്ളു വേദന മനസ്സിന്റെ ബാങ്കിൽ, അതൊരു സമ്പാദ്യല്ലേ? എന്താ അത്? പറഞ്ഞാ. സോറി ബ്രദർ, ആ സമ്പാദ്യത്തിൽ നിന്ന് ഒട്ടും ഞാൻ ആർക്കും കൊടുക്കില്ല. കുറച്ച് സെൽഫിഷ് ആണെന്ന് കൂട്ടിക്കോളൂ. മറ്റാർക്കും പങ്കിട്ട് നൽകാതെ ആത്മാവിന്റെ ആഴങ്ങളിൽ എവിടെയോ ദേവൻ കരുതി വെച്ചിരിക്കുന്ന ആ സമ്പാദ്യം, വിടരാതെ പോയ വസന്തത്തിന്റെ, ഒരു പ്രണയ വസന്തത്തിന്റെ നോവും നൊമ്പരങ്ങളുമല്ലാതെ മറ്റെന്തായിരിക്കും? രക്തമറ്റ ഞരമ്പുകളിൽ വീണ്ടും ജീവരക്തമാകുന്ന ആ പ്രണയത്തിന്റെ ശക്തി സ്രോതസ് മാത്രമല്ലേ ഇന്നവനെ ജീവിപ്പിക്കുന്നത്? ജന്യമൃതികൾക്കിടയിലെ വേദനയുടെ മഹാസമുദ്രങ്ങൾ നീന്തിക്കടക്കാൻ മനുഷ്യ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന പ്രണയം, അതൊന്നു മാത്രമാണ് അവന്റെ കരുത്ത്. കല്ലും കനലും തളിരണിയുന്ന പ്രണയം. തോമസ് കുട്ടി, നീ ഒളിച്ചിരിക്കുക? എത്രയും നിന്നെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ ഇതാണ് നിന്റെ പരിപാടി ഇല്ലേ? ഒളിച്ചും മാറി നടക്കുക. ആ, കൊള്ളാം കൊള്ളാം. മനോഹര, കൂട്ടുകൈ മനോഹര. നീയൊക്കെ പറഞ്ഞ വർത്താനം കേട്ട് ബാക്കിയുള്ളവരോട് ഞാൻ വാക്ക് കൊടുത്തിട്ട് അവരുടെ മുമ്പിൽ ഞാനിപ്പോ കള്ളനായി. നീ എനിക്ക് പൈസ തരാണ്ടെങ്കിലേ അത് ഈ ബക്കർ പരപ്പനാർക്ക് തിരിച്ചു വാങ്ങിക്കാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ.
ആ അല്ല അതെ വേണ്ട, 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 വേണ്ട. എനിക്ക് ഇനി അവധി ഒന്നും കേൾക്കണ്ട. അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എന്റെ 10-30,000 നിന്റെ കൈ പെട്ടിട്ട് കൊല്ലം 2 അയ്യോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ 30,000 ഇല്ലേ? വേണ്ട, 25,000 കൊടുക്ക്. 5 ഞാൻ വിട്ടു. പണം പന്തിയിലെ ഗുണം കുപ്പയിലെ ജവഹർലാൽ നെഹ്റു പറഞ്ഞേക്കണേ. എപ്പോ പറഞ്ഞു? അത് ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ സ്നേഹത്തിനട വില കൽപ്പിച്ചത്. എന്നിട്ട് നീ എന്നോട് ഇമാരി തരികട കാണിക്കരുത്. പടച്ചോൻ പൊറുക്കൂല മനോഹര. നോക്ക്, ഞാൻ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാ. നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കാൻ. രാജേന്ദ്രന് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഓടിയതാന്ന്? അവനെ കണ്ടിട്ട് ഓടിയതാ പിടിക്കാൻ. ആ കള്ള സുഗറുണ്ട് ഇപ്പൊ കുറെ കാലം മുങ്ങി നടക്കണ്. ആ എനിക്ക് എന്റെ മുതലും പലിശ ഇപ്പൊ കിട്ടണം. ഹേയ്, ഞാൻ ഓനൊന്ന് ശരിക്കും കൈകാര്യം ചെയ്യട്ടെ. വൈകുന്നേരം വീട്ടിലെത്തിക്കാന്നേ. തരാനുള്ളവനെ കണ്ടല്ലോ, ഇനി കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാന്നേ. നിങ്ങളിടണോ? വേണ്ടി വന്നാ പറയാം. മനോഹര, മനോഹര, മനോഹര. എന്റെ പേര് ദേവൻ. ദേവൻ ആണോ? എന്നാലേ എന്റെ പേര് തോമാസൂട്ടി എന്നല്ല, ബക്കർ. സുപ്രസിദ്ധ നാടകൃത്തും നടനും സംവിധായകനുമായ ബക്കർ പരപ്പനങ്ങാടി. ആട്ടെ മനോഹരൻ എന്ത് ചെയ്യുന്നു? ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ എന്തും ചെയ്യും. നിങ്ങൾക്കറിയോ, നാടകരംഗത്ത് ഭാവി ഉണ്ടാവുന്ന കരുതി കുളമായി പോയ ജീവിതം എന്റേത്. കടമൂത്ത് നിക്കപ്പുറത്തില്ലാണ്ടായിട്ട് കാലം കുറയായി. വീട്ടിലേക്ക് 2 വഴിയുള്ളതിന്റെ പേരിൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കണേ. ആ കടക്കാർ ഒരു വഴിക്ക് വരുമ്പോ മറ്റേ വഴിക്ക് ഓടി രക്ഷപ്പെടാലോന്നേ. ഇല്ല, ഇനി അധികകാലം ഈ കഷ്ടകാലം തുടരാൻ പറ്റൂല. അറ്റ കൈക്ക് ഇത് കണ്ടോ, ഇതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. നല്ല സ്ക്രിപ്റ്റാ. ഇതെടുത്ത് ഞാൻ പ്രയോഗിക്കും. എനിക്ക് ഉറപ്പാ ഈ നാടകം ഹിറ്റാവും. ഞാൻ ശ്രദ്ധിക്കപ്പെടും. എന്റെ സർവ്വ പ്രശ്നങ്ങളും തീരും. എന്നാ പിന്നെ അത് വേഗം ആയിക്കോട്ടെ. വഴി കൂടെ പോണവർക്ക് രക്ഷപ്പെടാലോ. ആ തുടക്കം എനിക്ക് ഇഷ്ടായി. അതുകൊണ്ടല്ലേ ഞാൻ പിടിച്ചു കയറിയത്. ക്ഷമിക്കണം കേട്ടോ. പടച്ചോനെ വിചാരിച്ച് ക്ഷമിക്കണം. മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടണ്ടാവോ? ആ രാജേന്ദ്രനൊക്കെ കണ്ണി ചോരല്ലാത്ത ചെകുത്താന്റെ മോനാ. 1000 റുപ്യക്ക് 100 റുപ്യ പലിശ. അവധി തെറ്റിയ അപ്പൊ ജീവനെ പേടികൊണ്ടൊരു നാടകം കളിച്ചാ പൊറുക്കണം. സാരമില്ലടോ, അവിടെ വെച്ച് അടിച്ചു പൊളിച്ച് കൈ തരാൻ അറിയാഞ്ഞിട്ടല്ല. മനസ്സിലായി എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന്. അത് പോട്ടെ, ഇവിടെ ഇപ്പൊ എന്താവോ? എന്തെങ്കിലും ആവട്ടെ. അപ്പൊ സുഹൃത്തെ, നമുക്ക് ഈ നാടക രംഗത്ത് ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചാലോ? അതാണല്ലോ ഇപ്പൊ കഴിഞ്ഞത്. അതല്ല, ഒരു പാർട്ട്ണർഷിപ്പ്. ശരി, ഇനി ഒരിക്കൽ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം. അല്ലോ, അന്നൊരു പണി. നാളെ എന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ട്. അവിടേക്ക് വാ. എവിടെയാ അത്? ഇവിടെ അടുത്ത് ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തില്ല. അതിന് താൻ എന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. പറ്റിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ കാണുന്നു. ഓക്കേ. എന്നെ മനസ്സിലായില്ല. തൽക്കാലം ഒരു വിവാഹ ബ്രോക്കറാണെന്ന് കൂട്ടിക്കോളൂ. കമ്മീഷൻ വാങ്ങുന്ന ബ്രോക്കറൊന്നും അല്ലാട്ടോ. ദീപ എന്റെ ഏട്ടത്തെയുമായിട്ട് കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാ ഞാൻ വന്നത്. ആരാ എന്താണെന്നൊന്നും അറിയാതെ ഇത്തരം കാര്യങ്ങൾ നമ്മള്. എന്റെ അമ്മയെ ചെക്കനും പെണ്ണും തമ്മിൽ നന്നായിട്ട് അറിയും. പറഞ്ഞു വന്ന ചെക്കനെ അമ്മയെ അറിയും. ഡോക്ടർ സന്ദീപ് മേനോൻ. സന്ദീപ് ഡോക്ടറോ? പാവപ്പെട്ട എന്റെ മോളെയോ? തമാശ പറയേണ്ട കാര്യമല്ല കേട്ടോ ഇതൊന്നും. തമാശയല്ലമ്മേ. ദീപയ്ക്ക് ന്യൂമോണിയ വന്നപ്പോ എന്റെ ഏട്ടൻ അവളെ ചികിത്സിച്ചത് ഓർമ്മയില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് അവരിഷ്ടത്തില്ല. പേരും പെരുമയുള്ള വലിയൊരാള്, ഒരു സ്കൂൾ ടീച്ചറായ എന്റെ മോക്ക് അതിനുള്ള ഭാഗ്യമുണ്ടോ? അതൊക്കെ മുകളിൽ ഒരാൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി നടത്തിപ്പുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒന്നേ നിശ്ചയിക്കാനുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ നല്ലൊരു ദിവസം, നല്ലൊരു മുഹൂർത്തം. കുട്ടികളുടെ ഇഷ്ടേ നോക്കേണ്ടതുള്ളൂ. അതാ നടക്കേണ്ടതും. പക്ഷേ ഇത്ര പെട്ടെന്നൊക്കെ? അവളുടെ അച്ഛൻ മരിച്ചിട്ട് 8-9 മാസേ ആയുള്ളൂ. ഒരു കൊല്ലെങ്കിലും ചെയ്യാതെ. ഇഷ്ടപ്പെട്ടവരൊന്നാകണം. എനിക്കത് കാണണം. പക്ഷെ ഒരുപാട് നീണ്ടുപോയി വെച്ചാ എനിക്ക് ചിലപ്പോ അത് കാണാൻ. എന്തേ? ഒരു 1.5 മാസത്തിനുള്ളിൽ എനിക്കൊരു യാത്രയുണ്ടമ്മേ. എവിടേക്കാ? അത് കുറെ ദൂരത്തേക്കാ. ഇവിടെ കല്യാണം എന്നും പറഞ്ഞ അവിടെ നിന്ന് ഓടി പോരാനൊന്നും പറ്റില്ല. റിട്ടേൺ ടിക്കറ്റ് കിട്ടില്ല. ഞാൻ ഇത്രയും ദൂരം വന്ന് അമ്മയോട് ആവശ്യപ്പെട്ടതല്ലേ. അമ്മ ചിന്തിച്ച് തീരുമാനിക്കുക. ദൈവം നല്ലത് വരുത്തട്ടെ. ഒരു 100 വർഷം ജീവിക്കട്ടെ. ഇതേച്ചി, ഇതേച്ചി, ശുഭകരമായൊരു കാര്യം പറയാൻ വന്നപ്പോ ഗീതേച്ചി ഈശ്വര പ്രാർത്ഥനയിൽ. നല്ല ലക്ഷണം.
അല്ല, ശുഭകരമല്ലാത്തായിട്ട് ഞാനൊന്നും പറയാറില്ലല്ലോ. ദാ, ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് പിടിച്ചേ. ഇന്നെന്താ വിശേഷം എന്നല്ലേ? ഒരിക്കലും ഭേദമാവില്ലെന്ന് കരുതിയ ഒരു മാറാരോഗം ചികിത്സിച്ച് ഭേദമാക്കി. അസുഖം മാറി ഗീതേച്ചി. നേരോ? ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ എന്റെ ബ്രദറിന്, ഡോക്ടർ സന്ദീപ് മേനന് ഇങ്ങനെ ഒരു പ്രണയരോഗം ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചു നീ പറഞ്ഞു വരുന്നത്. ഏയ്, ഒന്നുമില്ല. പറയേ, സന്ദീപിന് ആരോടായിരുന്നു ഒളിച്ചു വെച്ച് ഇഷ്ടമെന്നറിയോ? ദീപ ടീച്ചറിനോട്. അവരെ ചികിത്സിച്ച് ഡോക്ടർ രോഗിയായി. ബ്രദറിനെ കുറിച്ച് പറഞ്ഞപ്പോ ദീപയുടെ അമ്മയ്ക്ക് നിധി കിട്ടിയ പോലെ. ഇനി ചെന്ന് പ്രാർത്ഥിച്ചോളൂ. ഈശ്വരനോട് വല്ലപ്പോഴൊക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് അല്ലാതെയും പ്രാർത്ഥിക്കണം മനുഷ്യന്മാര്, മറ്റുള്ളവർക്ക് വേണ്ടി. ഞാനിപ്പോ പ്രാർത്ഥിച്ചത് ഒരു മോൾക്ക് വേണ്ടിയോ അതൊരു മോന് വേണ്ടിയോ? ഒരനിയനു വേണ്ടി, അവന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി. ഗീതേച്ചി, നിന്റെ ഓരോ കളിതമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കുമ്പോഴും അറിഞ്ഞിരുന്നില്ല, ഒന്നും അറിഞ്ഞിരുന്നില്ല. ഒക്കെ അറിഞ്ഞൂല്ലേ? എന്തിനാ അവര് വെറുതെ ഗീതേച്ചിയോട്? ആരും പറഞ്ഞില്ല. എന്നായാലും അറിയിച്ചിട്ടല്ലേ നീ പോവുമായിരുന്നുള്ളൂ. ഈശ്വര, അയ്യേ, ഇത്രയൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാറുള്ള ഗീതേച്ചിക്ക് ഇത്ര മനക്കരുത്തെ തന്നുള്ള പുള്ളിക്കാരൻ നോക്കി. ചേച്ചി ആരുടെ ആയുസിനായി പ്രാർത്ഥിക്കുന്നുവോ ആ കുട്ടി ഇപ്പോഴും നിൽക്കണില്ലേ ചേച്ചിയുടെ മുന്നിൽ നല്ല മിടമിടുക്കൻ കുട്ടപ്പനായിട്ട്? ഇന്നലെ അങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുമായിരുന്നോ തമ്മില്? കിട്ടിയതിന് നന്ദി ഓർക്കാത്തവരുടെ പ്രാർത്ഥന അത്യാഗ്രഹം എന്ന് പുള്ളിക്കാരന് തോന്നുന്നു. എല്ലാരും തിരിച്ചു പോവും, ഞാനും ചേച്ചിയും ഈ ഭൂമിയിലുള്ളവരും ഇനി വരാനുള്ളവരും. ചിലരെല്ലാം നേരത്തെ, ചിലരെല്ലാം വൈകിട്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. എനിക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരുടെ കണ്ണീര് മരണത്തേക്കാ. കരയരുത്. ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല അല്ലേ? വിചാരിക്കുമ്പോ ഇങ്ങോട്ട് എത്തണം, ബ്രദറിനെ കാണണം, കണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കണം. അതങ്ങനെ ഈ രോഗത്തിന്റെ ഒരു സ്വഭാവം. വിളിക്കാട്ടോ ബ്രദർ. ഞാനിപ്പോ ദേവേട്ടനെ കാണാനാ വന്നത്. എന്നെയോ? അത് കൊള്ളാലോ. അമ്മ പറഞ്ഞു ദേവേട്ടൻ വന്നിരുന്നു. ആ, പിന്നെ വേണ്ടേ? കുട്ടികളുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കേണ്ടത് ഞങ്ങള് മുതിർന്നവരുടെ ഉത്തരവാദിത്തം അല്ലേ കുട്ടി? അച്ഛൻ മരിച്ചപ്പോ എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തോന്നാ ആരൊക്കെയുണ്ടെന്ന്. ഓ, നശിപ്പിച്ചു. ഞങ്ങൾ ഒരു കൂട്ടം കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ബ്രദർ എന്തിനാപ്പോ? ചോദിച്ചു നോക്ക്, എന്നെ കാണാനാ വന്നത് അല്ല ദീപമോളെ? അതെ. കണ്ടോ ജലസി, അസൂയ. ഏത് നീതിമാനും പ്രണയത്തിന്റെ കാര്യത്തിൽ അല്പം സ്വാർത്ഥനായി പോവേ. ഓ മൈ ഗോഡ്, ലേറ്റായി. എങ്ങോട്ടാണോ? ഡ്രാമ റിഹേഴ്സൽ. കേട്ടിട്ടില്ലേ? സുപ്രസിദ്ധ നാടകക്കാരൻ ബക്കർ പരപ്പനങ്ങാടി. ഞങ്ങള് ഫ്രണ്ട്സാ. പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുക. പോട്ടെ, ബൈ. കൂടപ്പിറപ്പുകൾ ഇല്ലാത്തോണ്ടായിരിക്കും എല്ലാരെയും കൂടപ്പിറപ്പാക്കുക ദേവേട്ടൻ. കുഞ്ഞമാവ, 2 ചായ എടുത്തോളൂ. സ്കൂളിൽ പോയില്ലെന്ന്? നേരത്തെ ഇറങ്ങി. നന്നായി. കാണണം, ചിലതൊക്കെ സംസാരിക്കണമെന്ന് കരുതിയിരുന്നാ ഞാൻ. എക്സ്ക്യൂസ് മീ. ഹലോ, യെസ്, ആണോ? ഞാൻ ഉടനെ എത്താം. ഹോസ്പിറ്റലിൽ നിന്നാ, ഒരു അർജന്റ് കേസ്.
പോയിട്ട് വന്നോളൂ, ഞാനിവിടെ ഇരിക്കാം. ബോറടിക്കല്ലോ അല്ലേ? ഞാൻ ഉടനെ എത്താം. ഓ, ആ ബീഡിക്കുറ്റി കളയണ്ട സുന്ദരേട്ടാ. ജഹാംഗീർ ചക്രവർത്തി നാടകത്തില് ജീവിതത്തിൽ ഇപ്പൊ തെണ്ടിയ എന്ന് ഈ ബക്കർ പരപ്പനങ്ങരുടെ നാടകത്തിൽ ഒന്ന് പെട്ടോ അന്നു മുതൽ ബീഡിക്കുറ്റിക്ക് പോലും വഴിയില്ല. കുറച്ചുകൂടി നോക്കും, ഇല്ലേൽ KPSC എന്ന് ചെന്ന് കയറിയാലും ഈ സുന്ദരൻ ചെത്തുങ്കടവിനെ വേണ്ടാവൊന്നും ആരും പറയില്ല. ആ റെഡി 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 തുടങ്ങാം. ആ ഇത് മനോ ദേവൻ. അതെ, എന്റെ ഒരു ബാല്യകാല സുഹൃത്താ. ആ. ആ ഇത് സുന്ദരൻ ചെത്തിങ്കടവ്. ഓ. ജഹാംഗീറായിട്ട് അഭിനയിക്കുന്ന നസറുദ്ദീൻ ഷാ മാറി നിൽക്കണം. അപ്പാര ആർട്ടിസ്റ്റാ. ആ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഓ. എന്ത് പതപ്പിക്കല്ലേ, നാറ്റിക്കില്ലേ? വൈകുന്നേരം 500 ഉറുപ്പിക കയ്യെ കിട്ടിയില്ലെങ്കിൽ ഞാൻ നാറ്റിക്കേ. ആ ചെയ്യണം. ആ ക്യാരക്ടർ അങ്ങനെ ചെയ്താലാണ് നമ്മൾ വിചാരിച്ച മാതിരി ഉയർന്ന് കിട്ടുള്ളൂ. കറക്റ്റ് ആണ്. റെഡി. സാമ്രാജ്യങ്ങളുടെ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ അദ്വിതീയനും അധീയനുമായ ജഹാംഗീർ ചക്രവർത്തിയുടെ പുത്രൻ ഷാജഹാനെ കേവലം ഒരു സാധാരണക്കാരിയും മോശപ്പെട്ടവളുമായ തരുണിയോടൊപ്പം കാണേണ്ടി വന്നതിൽ നാം ഇന്ന് വളരെയധികം ലജ്ജിക്കുന്നു. സാധാരണക്കാരിയാവാം എന്ന് വെച്ച് ഈ തരുണി മോശപ്പെട്ടവളാണെന്ന് പിതാവിന് എങ്ങനെ പറയാനാവും? എങ്ങനെയാണ് താങ്കൾ ഇത് കണ്ടുപിടിച്ചത്? അത്രയ്ക്ക് നീട്ടണ്ട. അത് മതി. ബാക്കി ചിരിക്കും, അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. റെഡി തുടങ്ങാം. എനിക്കും കണ്ടുപിടിക്കാൻ കഴിയും മകനെ. കാരണം ഞാനും നിന്നെ പോലെ. വേണ്ട, അധികം വിശദീകരിക്കാൻ തന്നെ ഞാനെല്ലാം മനസ്സിലാക്കുന്ന പിതാവേ. ഷാജഹാൻ, എന്താ പിതാ? നിന്നെ പോലൊരു പുത്രന്റെ പിതാവാകേണ്ടി വന്നതിൽ ഈ ചക്രവർത്തി മനസ്സ് ദുഃഖിക്കുകയും കിരീടം ധരിച്ച ശിരസ് ലജ്ജയാൽ കുനിഞ്ഞു പോവുകയും ചെയ്യുന്നു. സ്വന്തം തെറ്റുകൾ ഓർത്ത് ലജ്ജിക്കേണ്ടി വരുന്നത് വിധിയാണ്. താങ്കൾ അതിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. മിണ്ടിപ്പോകരുത് കുരുത്തം കിട്ടവനെ. നിന്നെ ജീവനോട് തൂക്കിലിടാൻ മടിക്കില്ല ഈ ജഹാംഗീർ ചക്രവർത്തി. നിങ്ങൾ എന്നെ തൂക്കിലിട്ടാൽ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല പിതാവേ. തെറ്റിനുണ്ടാ? ജനനത്തിൽ തന്നെ നീ മരിച്ചു പോകാത്തത് എന്താണെന്ന് ചിന്തിക്കുകയാണ് നാം ഇപ്പോൾ. നോക്കൂ, ജനനവും മരണവും തികച്ചും ഈശ്വര നിശ്ചയം. അതിനു മുന്നിൽ രാജാവാര്, പ്രജയാര്, അതിലിടപെടാൻ പാവം മനുഷ്യനാര്? വിധിയുടെ വിരൽ തുമ്പിലെ ചരടിൽ തുള്ളുന്ന മണൽപ്പാവകളാണ് മനുഷ്യർ. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രം. ഓരോരുത്തരുടെയും കാലം അവസാനിക്കുന്നിടത്ത് ഒരു ഇരുണ്ട ഗുഹ കാണാം. അവിടെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഗുഡ്, വെരി ഗുഡ്. പരപ്പനങ്ങാടി ഇതിന് റിഹേഴ്സലാണോടാ? അല്ലത് ഒറിജിനൽ അന്നത്തെ കേസാ. രക്ഷിക്കണം. മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. എന്റെ മുതലും പലിശയും കിട്ടാതെ ഇവനെ വിടുന്ന പ്രശ്നമേ ഇല്ല. മുതലും പലിശയും ഇയാളുടെ ദേഹത്ത് നിന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ? കാര്യം മനസ്സിലാക്കാൻ ഇടപെട്ട് കൊടുക്കണ്ട, പറഞ്ഞേക്കാം. ഓ, ഇതിലിപ്പോ എന്തോന്ന് ഇത്രയ്ക്ക് മനസ്സിലാക്കാൻ? പലിശയ്ക്ക് കുറച്ച് പണം കടം മേടിച്ചിട്ടുണ്ട്, തിരിച്ചു തന്നിട്ടില്ല. വരുന്ന 10-ാം തീയതി കാലത്ത് മുതലും പലിശയും കൂടി നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു. ഉറപ്പാണല്ലോ? ഉറപ്പ്. ആ, വാ. ആ. ഉറപ്പാണല്ലോ. നന്ദകുമാരനു
ദേ വരാന്ന് പറഞ്ഞു പോയിട്ട് നേരെ എത്രയായി? വാക്കിനൊരു വ്യവസ്ഥയില്ല. അതെ, ടീച്ചേഴ്സിനെ പോലല്ല ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടി. പാവപ്പെട്ട വാദ്യാന്മാര് തറ പറ പഠിപ്പിച്ചുണ്ടാക്കുന്നതാ എല്ലാ ഡോക്ടർമാരെയും കളക്ടർമാരെയും. ഞാൻ ഇറങ്ങട്ടെ. ആ, ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വെറും 10,000 രൂപയുടെ കടം കാരണം യുവാവ് ആത്മഹത്യ ചെയ്തു. കേവലം 10,000 രൂപയുടെ കടം കാരണം നല്ലൊരു യുവാവ് ആത്മഹത്യ ചെയ്തു. വെറും 10,000 രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ. യുവാവ് ആത്മഹത്യ ചെയ്തു. മൂന്ന് യുവാക്കൾ ആത്മഹത്യ ചെയ്തോ? നോക്കിയേ ബ്രദർ, എന്തൊരു വില പിടിച്ച ജീവിതമാണ് കൊണ്ട് തുലയ്ക്കുന്നത്. ഛേ, വിവരക്കേട് അല്ല എന്താ? അതാണ്. പക്ഷെ വേറൊന്നുണ്ട്, സഹായിക്കാൻ ആരും ഉണ്ടായിക്കാണില്ല. ഇപ്പൊ ഇതേ യുവാവ് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ആകെ കടത്തിലും പ്രശ്നത്തിലുമാണ്, സഹായിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മളും വിശ്വസിക്കില്ല. പക്ഷെ പിറ്റേ ദിവസത്തെ പത്രത്തിലെ മരണവാർത്ത കാണുമ്പോ നമുക്കും തോന്നും 10,000 രൂപയല്ലേ, നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞതല്ലേ, ഒന്ന് സഹായിക്കാമായിരുന്നു എന്ന്. അല്ലേ ബ്രദർ? അത് തോന്നും, ഒരു മനുഷ്യന്റെ മരണമല്ലേ. ബ്രദർ നെഞ്ചിൽ കൈവച്ച് പറയും, ഇന്നലെ ആ യുവാവ് നമ്മുടെ മുന്നിൽ വന്ന് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവനെ സഹായിക്കുമായിരുന്നില്ലേ? അതിനി പറഞ്ഞിട്ടെന്താ, തീർന്നില്ലേ? എന്നാലും ഇന്നലെ അവൻ വന്നിരുന്നെങ്കിൽ ചെയ്യില്ലേ? മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്യേണ്ടതാണ്. ആണല്ലോ. അപ്പൊ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കല്ലേ? ഇതാണ് ആ യുവാവ് ആത്മഹത്യ ചെയ്ത ആളോ? അല്ല, നാളെ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്ത ഞാൻ ഇന്നേ വായിച്ചതാ. ബ്ലേഡിലാണ് സാർ തല. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാ ആ തല ഈ കുരുക്കിലിട്ട് ഞാൻ പതുക്കെ ഒന്ന് ചാടും. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ചെറിയൊരു ചാട്ടം. നാളെ നമ്മളെ വാർത്ത പത്രത്തിൽ വായിക്കുകയും ചെയ്യും അല്ലേ? തീർച്ചയായും. ബ്രദർ, അന്ന് ആ ബ്ലേഡുകാരൻ രാജേന്ദ്രനും ഗുണ്ടകളും കയ്യും കാലും കൂട്ടിക്കെട്ടി കൊണ്ടുപോകാൻ വന്നപ്പോ കണ്ണീരും കയ്യും കണ്ട് ഞാൻ ഏറ്റുപോയതാ. ഇന്നത് കൊടുത്തേക്കാവുന്ന 4 നാടകം കഴിയുമ്പോൾ അവനത് തിരിച്ചു തരും, ഉറപ്പാ. സഹായിക്കണ്ടേ ബ്രദർ? ചുരുക്കത്തിൽ നിന്റെ തലയ്ക്കായോ കാര്യങ്ങള്? എടാ കൊരങ്ങ, എന്നെ വിളിച്ചോ? ഓരോരോ ഏടാകൂടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ ബ്രദർ ഒരു പാവമായി പോയതുകൊണ്ടാ. മേലിൽ ഇങ്ങനെയൊന്നും കേൾക്കരുത്, കേൾക്കുവോ? നിന്റെ ഒരു ഒട്ടിക്കട്ട സ്ക്രിപ്റ്റ്. അല്ലോ, അതറിയില്ലേ? അത് ഷാജഹാന്റെ സ്ക്രിപ്റ്റാ. സ്റ്റെപ്പിനായിട്ട് മതി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മനോഹരൻ ഇത് മുഴുവൻ പഠിക്ക്. ഒരു കൊല്ലത്തേക്ക് ഏത് നടൻ മാറിയാലും നിങ്ങൾക്ക് കയറി അഭിനയിക്കാം. ശരി, പഠിച്ചിട്ട് തന്നെ കാര്യം. എന്റെ ജീവിതം നിങ്ങൾ രണ്ടാളും മടക്കി തന്നത്. ജീവൻ കൊടുത്തിട്ടായാലും ഞാനിത് ഇവിടെ മടക്കി തരും. വരട്ടെ. എന്തേ കിതയ്ക്കുന്നുണ്ടല്ലോ? നീ ക്ഷീണുന്നുണ്ടോ? ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്, പ്രത്യേകിച്ച് ആ നാടകക്കാരനെ കിട്ടിയതിന് ശേഷം. അയ്യോ പാവം. കേട്ടോ ബ്രദർ, അവരുടെ പുതിയ നാടകം എന്നോട് പഠിക്കാൻ പറഞ്ഞിരിക്കുക. സ്റ്റെപ്പിനിയായിട്ട് 1 കൊല്ലത്തേക്കുള്ള എഗ്രിമെന്റ്. എന്തേ, ഞാൻ ഏറ്റു. ചെന്ന് റെസ്റ്റ് എടുത്തോളൂ. ആ, ഇന്നലെ ഡോക്ടർ വാര്യരുടെ കത്തുണ്ടായിരുന്നു. നീ ഉടനെ പാലക്കാട്ടേക്ക് ഉണ്ടോന്ന്? ഇവിടം വിട്ട് ദേവൻ എവിടേക്കും ഇല്ല. ജീവിക്കുന്നെങ്കിൽ ഇവിടെ ബ്രദറിന്റെ കൂടെ, മരിക്കുന്നെങ്കിലും അതെ എന്റെ ബ്രദറിന്റെ മടിയില്. ദേവനെ കുറിച്ച് ഇനി പ്രതീക്ഷിക്കാൻ
ഇല്ലാതായി തീരുന്നല്ലോ. മെഡിക്കൽ സയൻസും ഞാനെന്ന ഡോക്ടറുമല്ല തോൽക്കുന്നത്, അവനെ ഒരുപാട് സ്നേഹിച്ച മനസ്സാണ്. ആയുസിൽ നിന്നൊരു പാതി പകുത്തു നൽകാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷേ സാധ്യമല്ലല്ലോ. മടക്കമില്ലാത്തൊരു യാത്രയ്ക്ക് അവനൊരു ഭാണ്ഡമൊരുക്കുക മാത്രമാണ് ഞാനിപ്പോൾ. മദർ, മദർ എന്താ പെറുപെറുത്തത്? അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഉം. എന്നിട്ട് എന്തു പറഞ്ഞു കർത്താവ്? ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരു ദേവനെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയ പുള്ളിക്കാരന്. അയ്യോ മോനെ, ദൈവത്തെ കുറിച്ച് ഇങ്ങനെ തമാശ പറയരുത്. ദൈവത്തിന് എന്ത് തമാശയും കാണിക്കാം. ഒരു കണക്കിന് ഇവിടെ ബാക്കിയെല്ലാം സീരിയസാ. ഒരു ചിട്ടയും മര്യാദയൊക്കെ ഉണ്ട് ദൈവത്തിനൊഴികെ. അല്ലെങ്കിൽ ആ നാടകം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേണോ എന്നെ ഇവിടെ പിടിച്ചു കിടത്താൻ? നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ദൈവം നീതിമാനാണ് കുഞ്ഞെ. എങ്കിൽ ഈ ജന്മത്തിൽ എന്നോട് കാണിച്ച അനീതിയൊക്കെ ഞാൻ വിട്ടു. അടുത്ത ജന്മത്തിൽ എന്നോടൊരു നീതി കാണിക്കണം പുള്ളിക്കാരൻ. അടുത്ത ജന്മത്തിൽ എനിക്ക് മദറിന്റെ മോനായിട്ട് ജനിക്കണം. ഈ മടിയിൽ ഉറങ്ങണം, കയ്യിൽ തൂങ്ങി നടക്കണം, ഇടയ്ക്കൊക്കെ തല്ലും കൊള്ളണം. അങ്ങനെ ഒരുപാട് കാലം. അല്ലേ മദർ? ദീപമോളെ, വരും ജന്മത്തിലേക്ക് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ട്. സാക്ഷിയായിട്ടൊന്ന് ഒപ്പിടണേ. ഇതിപ്പോ കാര്യം അറിയാതെ നീ എന്തിനാ മോന്ത വീർപ്പിക്കുന്നേ? കാര്യം എന്താണെന്നറിയാതെ കണ്ട എഗ്രിമെന്റിലൊക്കെ ഒപ്പുവെച്ചിട്ട് വെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ദേവേട്ട. അടുത്ത ജന്മത്തില് ഞാൻ മദറിന്റെ മകനായിട്ട് ജനിക്കാൻ തീരുമാനിച്ചു. അതാ കാര്യം. അടുത്ത ജന്മത്തിൽ എന്തിന്? ഈ ജന്മത്തിലെ നീ എന്റെ മോനല്ലേ? കീറി മുറിച്ച മനുഷ്യദേഹങ്ങളിൽ ഹരിശ്രീയെ കുറിച്ചാണ് നമ്മുടെ പ്രൊഫഷൻ. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സൂത്രവാക്യങ്ങളാണ് അതിന്. ഒടുവിലൊരു തുണി വലിച്ച് മൃതദേഹങ്ങളുടെ മുഖത്തിട്ട് ചെന്ന് കൈയും മുഖവും കഴുകി ടിവിക്ക് മുമ്പിലിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവന്റെ മരണം, എനിക്കത് കാണാൻ വയ്യ വേട്ട. വന്നത് എന്നെ തിരഞ്ഞായിരുന്നുവെങ്കിലും നീ അവനെല്ലാമായി. ഒരു കണക്കിന് അവന് വേണ്ടി ദൈവത്തോട് മത്സരിക്കുകയാണ് നീ. എന്ത് ചെയ്തു? കയററ്റ പട്ടത്തിന്റെ ഒരു തുണ്ട് ചരടുമായിട്ട് വെറുതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ചെന്ന് ദേവനൊന്ന് കണ്ടിട്ട് വാ. ചേച്ചി, ഇനി ഒരുപാട് അവനെ വേണ്ട. കളിച്ചും ചിരിച്ചും ഓടിച്ചാടി മനസ്സിലവനുണ്ട്. അതങ്ങനെ തന്നെ നിന്നോട്ടെ. എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കാൻ ആരെങ്കിലും അടുത്ത് വേണം അവന്. മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ കുഞ്ഞെ. കളിതമാശയ്ക്കപ്പുറത്ത് കണ്ണീര് നനഞ്ഞൊരു വേർപാടുണ്ടെന്ന് ഓരോ ബന്ധങ്ങൾ ആരംഭിക്കുമ്പോഴും ഓർക്കാറുണ്ടോ നമ്മള്?
എന്റെ ബ്രദറിനും ദീപമോൾക്കും ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കാണണ്ടേ? ഉം. ദൈവം പറയാറില്ലേ, പ്രകൃതിക്ക് സന്ധ്യയും മനസ്സുകൾക്ക് വിരഹവുമാണ് ഏറ്റവും വലിയ ദുഃഖങ്ങളെന്ന്. ഉം. ദേ ഈ കവിത നോക്ക്. നേരാ, വിരഹത്തിന്റെ കണ്ണീർ നനവ ഇതിലെ വരികൾ നിറച്ചു. ഇതെന്നെ വേദനിപ്പിക്കും. അയ്യോ ഞാൻ ആട്ടെ, ഈ റോസാപ്പൂ നല്ല ആള്. ഇന്ന് ഏതാ ദിവസം? ഏതാ? കൊരങ്ങച്ചാരെ, ഇന്നിയാളുടെ ജന്മദിന. ശോ, ഇങ്ങനൊരു ജന്മം. ഇതേ എന്റെ ദേവനുള്ള ഈ മീരയുടെ ജന്മദിന സമ്മാനം. ഈ പൂ ഒരിക്കൽ എന്റെ മനസ്സിലെ കവിതയാവും. ഒരു വർണ്ണ വസന്തത്തെ കുറിച്ചുള്ള കവിത. അപ്പോ ഇപ്പോഴില്ലേ? ഉണ്ടല്ലോ, എന്നും എപ്പോഴും എക്കാലത്തും എങ്ങും പോവാതെ. ബാക്കി ഞാൻ ഈ കാതി പറയട്ടെ. ദേവേട്ടാ, ആരാത്? അല്ല, അത് പറഞ്ഞൊഴിയാനൊന്നും നോക്കണ്ട. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കുത്തിച്ചൂഴ്ന്നെടുത്തു. ദേവേട്ടനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഒരിക്കലും. ആരായി പെൺകുട്ടി? അതാണോ കാര്യം? ഞാൻ അഭിനയിച്ച നല്ലൊരു നാടകത്തിലെ നായിക. ദേവേട്ടാ, ആരോട് കള്ളം പറഞ്ഞാലും എന്നോട് വേണ്ട കേട്ടോ. എന്താ അവരുടെ പേര്? പേരറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? എന്നാലും ഒന്നറിയാലോ. മീര. എന്നിട്ട് എവിടെയുണ്ടിപ്പോ? ബാംഗ്ലൂരിൽ ഭർത്താവിനോടൊപ്പം. കല്യാണം കഴിഞ്ഞതാണോ? അല്ല മോളെ, എന്റേതായിരുന്നപ്പോ അല്ല. എന്നെ വിട്ടു പോവുമായിരുന്നില്ല ഒരിക്കലും. പാവം, അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. എന്നും എപ്പോഴും എക്കാലവും എന്റേത് മാത്രം. അവൾ എന്നെ കാണാൻ വരുമ്പോഴൊക്കെ അവളറിയാതെ ഞാൻ അവളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെക്കായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ആ സ്വരം പിന്നെയും പിന്നെ കേൾക്കല്ലോ. ഒന്ന് ഓർത്തു നോക്കിയേ, ഞാൻ അവളെ കല്യാണം കഴിക്കാതിരുന്ന എത്ര നന്നായി. അവൻ നല്ലവനാ, അവളുടെ ഭർത്താവ്. വേദനിപ്പിക്കില്ല മീരെ. തലയിലും നിലത്തും വെക്കാതെ സ്നേഹിച്ചു കൊണ്ടു കിടന്നോളൂ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 3 മാസം. കൃത്യമായിട്ട് ഇന്നേക്ക് 3 മാസവും 7 ദിവസവും. ഡേവിഡിന് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് 3 മാസവും 7 ദിവസവും അല്ലേ? ആരോടും പറയാത്തതൊക്കെ ഞാൻ ദീപമോളോട്. വിട് അങ്ങോട്ടിരിക്കെ. ഇത് നോക്കി, ഞാൻ നിങ്ങൾക്ക് കരുതിയ സമ്മാനം. ഇത് എത്രയും വേഗം നിങ്ങൾ പരസ്പരം കൈമാറി കാണുന്നു. എനിക്ക് കാണില്ലേ? വെട്ടവും വെളിച്ചവും ഇല്ലാതെ എന്താ ഇതിനകത്തൊരു ഗൂഢാലോചന? ഓ, പിടികിട്ടി. അവിടെ അഗ്രഹാരത്തിൽ ഒരു വീടിനകത്തും ഇതേപോലെ ഒരാള് ഇരുട്ടത്തിരിക്കുന്നുണ്ടാവും. ഈ പ്രേമം ഒരു മഹാ കുഴപ്പം പിടിച്ച ഏർപ്പാടല്ലേ ബ്രദർ? നീച്ചല്ലേ, എനിക്കല്പം ജോലിയുണ്ട്. ഇരുട്ടത്ത് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നതിനെ ജോലിയെന്നല്ല, ഭ്രാന്തെന്നാ പറയാ. മാനം നിറച്ച നക്ഷത്രങ്ങളുണ്ട്. ഇതിലും ഭേദം അത് എണ്ണി നോക്കാം. വാ, എഴുന്നേക്ക്. നീ എന്നെ ഒന്ന് വെറുതെ വിടേണ്ട ദേവ. ഇത് എന്തൊരു കഷ്ടമാണ്. നിനക്ക് തോന്നുമ്പോഴൊക്കെ നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കണമെന്ന് വെച്ചാ ചെല്ലേ, പോയി കിടന്നോളൂ. സോറി ദേവ. ദേവ, ഞാൻ അറിയാം, വെറുപ്പല്ല, കൂടിയ സ്നേഹത്തിന്റെ വേദനയാണിത്. പക്ഷെ ബ്രദർ, നീ ഇങ്ങനെയായ പിന്നെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന എന്തോ അത് നിന്റെ കണ്ണുകളിൽ കാണേണ്ടി വരുന്നു. കുറച്ചു ദിവസമായിട്ട് എനിക്ക് മനസ്സിൽ മരണദിനം കുറിച്ച് പുറപ്പെട്ടതാ ഇങ്ങോട്ട് വെറുതെ. പക്ഷേ ഇവിടെ അർഹിക്കാത്ത സ്നേഹം, സ്ഥാനം ഒക്കെ തന്നു. ഒരു ജന്മത്തിലേക്കുള്ളത് മുഴുവൻ ഒരു പിടി ദിവസങ്ങൾ കൊണ്ട് അനുഭവിച്ചു. പക്ഷേ
എന്റെ മരണമോർത്ത് മരിക്കാതെ മരിക്കുന്ന നിന്റെ ഈ മുഖമുണ്ടല്ലോ, വയ്യ, അതെനിക്ക് കാണാൻ വയ്യ. ദേവാ, വാര്യർ സാറിനെ വിളിച്ചു പറഞ്ഞേക്ക് നാളെ ഞാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. ദേവാ, അത്രയ്ക്ക് മനക്കെടുത്തുണ്ടോ നിനക്ക് എന്നെ വിട്ടു പോവാൻ മാത്രം? എന്നായാലും അതില്ലേ, വൈകാതെ തന്നെ. അത് പക്ഷേ നീ പോകുന്നില്ല, നീ എങ്ങും പോകുന്നില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങി നീ എവിടെ പോവാൻ പറ്റോടാ? കോളേജിൽ വെച്ച് നീ ഷൈൻ ചെയ്യാറുള്ള ഒരു കവിതയുണ്ടെന്ന് പറയാറില്ലേ? എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യണം. നിന്റെ ആ മുഴങ്ങുന്ന ശബ്ദത്തില് എനിക്കൊന്ന് പിടിച്ചു വെക്കണം. വാ. ദേഹമാകും വസ്ത്രം മാറി ദേഹി തുടരുന്നു യാത്ര. ദേഹവിയോഗത്തെ മൃതി എന്ന് വിളിച്ചു. വാസ്തവം അറിയാത്ത ലോകം. പ്രകൃതിയല്ലോ മരണം, വെറുമൊരു വികൃതിയല്ലോ ജീവിതം. ദേഹമാകും വസ്ത്രം മാറി ദേഹി തുടരുന്നു യാത്ര. അനന്തയാത്ര, അത്ഭുതയാത്ര, അജ്ഞാത സുന്ദരയാത്ര. ഇനി നീ പറ. ബ്രദർ, നോക്കൂ, ജനനവും മരണവും തികച്ചും ഈശ്വര നിശ്ചയം. അതിനു മുമ്പിൽ രാജാവാര്, പ്രജയാര്, അതിലിടപെടാൻ പാവം മനുഷ്യനാര്? വിധിയുടെ വിരൽ തുമ്പിലെ ചരടിൽ തുള്ളുന്ന മണൽപ്പാവകളാണ് മനുഷ്യർ. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രമാണ്. ഓരോരുത്തരുടെയും കാലം അവസാനിക്കുന്നിടത്ത് ഒരിരുണ്ട ഗുഹ കാണാം. അവിടെ നാം ഉപേക്ഷിക്കപ്പെടുന്നു. നേരെ ചൊവ്വേ കിടന്ന് അല്പനേരം ഒന്ന് ഉറങ്ങിക്കൂടെ മോനെ? ഈ ജോലി ചെയ്ത് കൈയും കരളും ഉറച്ച മോൻ ഇങ്ങനായ ദേവനാണെന്നോ? അതേ കടപ്പ. കുഞ്ഞെ, നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തണം. ദേവന്റെ ദീനം മാറാൻ അത്രയ്ക്ക് ശക്തിയാ. ഏത് മാറാരോഗവും ഭഗവാൻ കൈയൊഴിയില്ല. ഞാനൊന്ന് പോയാലോ? ഈ അവസ്ഥയില് കുഞ്ഞുമാനോടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ആ കുട്ടി ഓടിച്ചാടി കളിച്ചു തിരിച്ചു നടക്കണത് ഇനിയും കാണണം. വേണം. വൈദ്യവും മനുഷ്യനും തോൽക്കുന്നിടത്തും ദൈവത്തിന്റെ തീരുമാനങ്ങൾ മാറിക്കൂടായില്ലല്ലോ. കുഞ്ഞമ്മ പോയിട്ട് വന്നോളൂ. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. മനോഹര, മനോഹരോ? ആ നമസ്കാരം. ഇരിക്കും. അയ്യോ വേണ്ട സാർ, അല്പം ധൃതിയുണ്ട്. മനോഹരൻ എന്തിയേ? അവൻ എന്റെ ഉമ്മയാണ് സത്യം. സാർ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ ഈ ബക്കർ ദുനിയാവിൽ ഉണ്ടാവില്ലായിരുന്നു. കുറെ കാലമായിട്ട് എന്റെ തോളത്തുണ്ടായിരുന്ന ആ സ്ക്രിപ്റ്റ് എടുത്ത് ഞാൻ പ്രയോഗിച്ചെന്നെ. എന്റെ അവസാനത്തെ നാടകം. ഞാനല്ല, ദേവനല്ലേ അതിന് കാരണം.
അവൻ സഹായിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അതിന് ഓനെ ഉറപ്പായിട്ടും പടച്ചവും സഹായിക്കും സാറേ. വേണം, പടച്ചോൻ സഹായിക്കണം. നാളെ തൃക്കരിപ്പൂര് ഒരു കളിയുണ്ടേ. ഇന്ന് ഫൈനൽ റിഹേഴ്സലാ. ഷാജഹാൻ ഓനങ്ങ് പെരുത്തി പിടിച്ചിരിക്കുക. ഒന്ന് വിളിച്ചാൽ. പക്ഷേ ഇന്ന് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ലോ അവന്. നല്ല കോളായിണ്ട്. ഷാജഹാനിലെ ഒരു റോള് സ്റ്റെപ്പിനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക മൂപ്പര്. ആ നടൻ മാറിയെന്ന് പറഞ്ഞാ മതി, മൂപ്പര് അപ്പ പറഞ്ഞെത്തും. ഞാൻ അന്നേ പറഞ്ഞതാ, സ്റ്റെപ്പിനായിട്ടല്ല ഈ വേഷം കൂട്ടി ചെയ്യാൻ. അപ്പൊ എന്തോ ദൂരയാത്ര ഉണ്ട്, ചിലപ്പോ വരാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞാ സ്റ്റെപ്പിനായിട്ട് നിന്നോളാൻ തീരുമാനിച്ചേ. ഒന്ന് വിളിച്ചാൽ. വഴിപാട് കഴിച്ച് ഞാൻ ഇങ്ങോട്ടെത്താം. വരുമ്പോ എനിക്ക് ഉറപ്പാ അസുഖം മാറിയിട്ടുണ്ടാവും. അസുഖം മാറാൻ വഴിപാടോ? ചന്ദ്രനിൽ സ്റ്റാർ ഹോട്ടലിൽ പണിയാൻ പോകുന്ന ഈ ആധുനിക കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ഒരു അന്ധവിശ്വാസം വേണം എന്റെ കാരണവരെ. അതും പ്രശസ്ത ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനോട്. സാർ, അന്ധവിശ്വാസം ഇന്ത്യൻ സമൂഹത്തെ കാർന്നു വരുന്ന മറ്റൊരു ക്യാൻസറാണ് സാർ. ഒന്നും മിണ്ടാതിരിക്കൂ. വൈദ്യനും മരുന്നിനും മാറ്റാൻ പറ്റാത്തത് പ്രാർത്ഥന കൊണ്ടും വഴിപാട് കൊണ്ടും മാറും. മാറിയ ചരിത്രമുണ്ട്. വെറും തെറ്റിദ്ധാരണയാ. അമ്പലത്തിലും പള്ളിയിലും നേർച്ചയും വഴിപാടും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ബെറ്റിനുണ്ടോ? ഒന്നല്ല, 1000 ബെറ്റിനുണ്ട്. താൻ കണ്ടോ? തോറ്റുപോവും. ബെറ്റിന്റെ കാര്യത്തിൽ ബക്കറൊന്നും വരെ തോറ്റിട്ടില്ല. ബെറ്റ് അപ്പൊ ബെറ്റ്. നിങ്ങളെ പോലെ ഒരു ഡോക്ടർ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ നേർച്ചയും വഴിപാടും. ആട്ടെ, അങ്ങേരെ ആർക്കാ അസുഖം? വേണ്ടപ്പെട്ടവരുടെ ജീവന്റെ കാര്യത്തിന് ആരും വിശ്വാസിയും അന്ധവിശ്വാസിയൊക്കെ ആയിപ്പോവും. ആ മനുഷ്യന്റെ മാത്രമല്ല, എന്റെയും കൂടെ സഹോദരന്റെ കാര്യം. സാറിന്റെയോ? ദേവൻ. ദേവന് വയറിനകത്ത് മാരകമായ ട്യൂമറുമായിട്ട് നമുക്കിടയിലൊക്കെ കൈവെള്ളയിൽ മരണത്തീയതിയും കുറിച്ച് ജീവിക്കുകയാണ് അവൻ. അറിയാഞ്ഞിട്ടാ. ഹലോ, എന്തേ കേക്കണേ? അപ്പൊ അങ്ങനെ ഒരു അവസാനത്തെ സ്ക്രിപ്റ്റും ഉണ്ടായിരുന്നോ? എന്റെ ദോസ്ത് ഇത്ര നാൾ. എനിക്ക് അവനൊന്ന് കാണാൻ പറ്റോ? വെറുതെ എന്റെ മനോഹരൻ ഒന്ന് കണ്ടാ മതി. വരൂ. ദേവേട്ടാ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. തോമസ് ഊട്ടി. മനോഹര, നീ നല്ല ആളാ. ഇന്ന് ഫൈനൽ റിഹേഴ്സലാ. ഡ്രസ്, മ്യൂസിക്, ലൈറ്റ്സ് എല്ലാം ഫുൾ സെറ്റപ്പാ. അതിനിടയ്ക്കാണോ നിന്റെ ഈ കോമഡി കിടപ്പ്? എന്റെയും ഫൈനലായടാ. കണ്ടില്ലേ, അരങ്ങേറ്റത്തിനുള്ള ഡ്രസ്, മ്യൂസിക്, ലൈറ്റ്സ്, ഫുൾ സെറ്റപ്പ് റെഡി. നീ കലക്കി. ഇത്രയും സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് നിന്റെ തോളിലെ സഞ്ചിയിലുണ്ടായിട്ട് നീ മിണ്ടിയില്ലല്ലേ? ഈ കളിയിലെ മുഴുവൻ കൈഡി നിനക്കുള്ളതാ. മിടുക്കൻ. സംസാരിക്കാൻ എനിക്ക് എന്റെ ഡയലോഗ് തീർന്നു പോയടാ തോമസ് ഊട്ടി. അല്ലെങ്കിൽ നിന്നെ ഞാൻ തോപ്പിച്ചേനെ. ബെറ്റിനുണ്ടോ? ബെറ്റ്. ശരി, മുകളിൽ നിന്നാകാട്ടോ നമ്മുടെ മത്സരം. ചെന്ന് നല്ലൊരു നാടക സമിതി ഏർപ്പാടാക്ക്. വൈകാതെ ഞാനും ഉണ്ടാവടാ അവിടെ. അവിടെ വന്ന് കാശ് കടം മേടിച്ച് നീ എന്നെ നാറ്റിക്കൂടാ. ഏയ്, ബക്കർഭായ്, എന്താ ഇത്? പഠിച്ചോ സഹായിച്ചിട്ട് ബക്കർ ആ കാർന്നോരോട് വെച്ച് വെച്ച് തോറ്റുപോണേ സാർ. തോറ്റുപോണേ സാർ. ചെല്ല്.
എനിക്ക് അല്പം ആശ്വാസം കിട്ടും. അയ്യോ, ആ ജനവാതിലേക്കൊന്ന് തുറന്നിടുവോ? എനിക്ക് പുറത്തേക്കൊന്ന് കാണണം. രവിയേട്ട, ഞാൻ ഡോക്ടർ വർമ്മയുടെ അടുത്തൊന്ന് പോട്ടെ രവിയേട്ട. ചില പ്രത്യേക മരുന്നുകൾ അദ്ദേഹത്തിന്റെ കയ്യില്. അതുകൊണ്ടൊക്കെ ഇനി എന്തിനാ? ചിലപ്പോ ഗുണുണ്ടായെങ്കിലും കുറഞ്ഞ പക്ഷം ഈ കഠിനമായ വേദന ഇല്ലാതെങ്കിലും അവൻ നമ്മുടെയൊക്കെ തകർന്ന മനസ്സ് ഈശ്വരൻ കാണാതിരിക്കും. ഞാൻ പോയിട്ട് വരാം. ബ്രദർ, വേണ്ട, ഞാൻ ദീപോരാ. നിനക്കൊന്നുമില്ല, ഒന്നും. എങ്ങും പോണ്ട, എന്നെ വിട്ട് എങ്ങും പോണ്ട. ഭയപ്പെടരുത്, ഞാനല്ലേ പറയുന്നു. ഒന്നും പറ്റില്ല, ഞാൻ പോയിട്ട് വരാം. ദീപമോളെ, എനിക്ക് മരിച്ചൂടാ. നിങ്ങളെയൊക്കെ വിട്ട് വയ്യ. പോയിക്കൂടെ? എനിക്ക് സഹിക്കില്ല. അവൻ നിന്റെ സന്ദീപേട്ടന് തീരെ മനക്കരുത്തില്ലാത്തവനാ. ഞാൻ മരിച്ച അവൻ എനിക്ക് മരിച്ചൂടാ ദീപമോളെ. ബ്രദർ, ഇനി വന്നില്ലേ ബ്രദർ? ഇപ്പൊ വരും. ഒന്നുമില്ല കേട്ടോ. എന്റെ കാലിനടിയില് തണുത്ത സൂചി കൊണ്ട് എന്തിനാ കുത്തുന്നത്? വേണ്ടെന്ന് പറയേ. ബ്രദർ വന്നില്ലല്ലേ? രവിയേട്ട, എന്തേ? എനിക്ക് അവനെ കാണണം, ശബ്ദം കേൾക്കണം. ആ ടേപ്പ് ഒന്ന് ഓൺ ചെയ്യൂ. ദേഹമാകും വസ്ത്രം മാറി ദേഹി തുടരുന്നു യാത്ര. ദേഹവിയോഗത്തെ മൃതിയെന്ന് വിളിച്ചു. വാസ്തവമറിയാത്ത ലോകം. പ്രകൃതിയല്ലോ മരണം, വെറുമൊരു വികൃതിയല്ലോ ജീവിതം. ദേഹമാകും വസ്ത്രം മാറി ദേഹി തുടരുന്നു യാത്ര. അനന്തയാത്ര, അത്ഭുതയാത്ര, അജ്ഞാത സുന്ദരയാത്ര.
ഇനി ഒരുപാട് ഒരുപാട് പറ. കേട്ട് കൊതി തീർന്നിട്ടില്ല നിന്റെ തമാശയെ കുസൃതി. പറ, എന്നോട് എന്തെങ്കിലും പറയാൻ. എന്റെ ബ്രദറാടാ വിളിക്കുന്നത്. പറ, എന്തെങ്കിലും പറ. നീ വാ, സംസാരിക്കേ. ഇത്രയും നാൾ എന്നോട് സംസാരിച്ച പോലെ സംസാരിക്കേ. ബ്രദർ, നോക്കൂ, ജനനവും മരണവും തികച്ചും ഈശ്വര നിശ്ചയം. അതിനു മുമ്പിൽ രാജാവാര്, പ്രജയാര്, അതിലിടപെടാൻ പാവം മനുഷ്യനാര്. വിധിയുടെ വിരൽ തുമ്പിലെ ചരടിൽ തുള്ളുന്ന മണൽപ്പാവകളാണ് മനുഷ്യർ. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രമാണ്. ഓരോരുത്തരുടെയും കാലം അവസാനിക്കുന്നിടത്ത് ഒരു ഇരുണ്ട ഗുഹ കാണാം. അവിടെ നാം ഉപേക്ഷിക്കപ്പെടുന്നു.